വീണ്ടും ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 15-ാം വാക്യം മുതൽ തുടങ്ങാം. അല്പനേരം സംസാരിച്ചുകൊണ്ട് യോഗം ആരംഭിക്കാമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. ഉൽപ്പത്തി 22:15-ാം വാക്യത്തിൽ തുടങ്ങാം. യഹോവയുടെ ദൂതൻ രണ്ടാമതും ആകാശത്തു നിന്നും അബ്രഹാമിനോട് വിളിച്ചരുളി ചെയ്തു, പറഞ്ഞു, ഞാൻ സ്വയം ആണയിടുന്നു, കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ ഈ കാര്യം ചെയ്തു, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. നീ എന്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അനുസരിച്ചതിനാൽ എന്തൊരു വാഗ്ദാനമാണ്! ദൈവം ആവശ്യപ്പെടുന്നത് അനുസരണയാണ്. ഒരിക്കലിങ്ങനെ പറഞ്ഞു, യാഗമർപ്പിക്കുന്നതിനേക്കാൾ അനുസരിക്കുന്നത് നല്ലത്. കർത്താവിനനുസരിക്കുന്നത് നിങ്ങളാൽ കഴിയുന്ന യാഗമർപ്പിക്കുന്നതിനേക്കാൾ വളരെ നല്ലതാകുന്നു. ഇപ്പോൾ ഇന്ന് രാത്രിയിൽ നാം ഒരു ഗംഭീര വിഷയത്തെ അഭിമുഖീകരിക്കാൻ പോകുന്നു. ഗോത്രപിതാവായ അബ്രഹാം അതിനെ വിശ്വാസത്തിന്റെ പിതാവ് എന്ന് വിളിച്ചിരുന്നു. കാരണം അവനോട് ദൈവം അവന്റെ സന്തതി ഭൂമിയെ കൈവശമാക്കും എന്നൊരു വാഗ്ദാനം നൽകിയിരുന്നു. മാത്രമല്ല, അത് അബ്രഹാമിലെ കൂടെ നാം ക്രിസ്തുവിൽ മരിച്ചിട്ട് അബ്രഹാമിന് സന്തതികളായി തീർന്ന വാഗ്ദത്ത പ്രകാരം അവന്റെ കൂട്ടവകാശികളായി തീരുന്നതാണ്. ഇപ്പോൾ അബ്രഹാം ഒരു സാധാരണ മനുഷ്യനായിരുന്നു. പ്രത്യേകമായിട്ട് ഒന്നും തന്നെ ഇല്ലായിരുന്നു. അവൻ 75 വയസ്സാകുവോളം ദൈവം അവനെ പോലെങ്കിലും വിളിച്ചിരുന്നോ എന്നുള്ള ഒരു രേഖയും നമ്മുടെ പക്കലില്ല. അവന്റെ ഭാര്യയ്ക്ക് അതവന്റെ അർത്ഥ സഹോദരിയായിരുന്നു. ആ സമയമാകുമ്പോഴേക്കും 65 വയസ്സായിരുന്നു. അവർ ഒരുപക്ഷെ വളരെ ചെറുപ്പം മുതൽക്കേ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിരുന്നു എന്നും വരാം. അവൾ ഒരു മച്ചിയും കൂടെ ആയിരുന്നിട്ട് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നില്ല. ദൈവം ഒരു സമ്പൂർണ്ണ വേർപെടലിനായി വിളിക്കുകയും ലോകത്തിൽ ശേഷിച്ചവരിൽ നിന്നും അവന്റെ സകല ജനങ്ങളിൽ നിന്നും അവന്റെ സ്വജാതിക്കാരിൽ നിന്നും അവനോട് വേർപെട്ട് വരാൻ പറഞ്ഞു. അവിടെ അവന് ചെയ്യാനൊരു പ്രത്യേക കാര്യമുണ്ടായിരുന്നു. നിങ്ങൾക്കൊരു പ്രത്യേക കാര്യം ചെയ്യാനുണ്ടെന്ന് ദൈവം നോക്കിയിരിക്കുമ്പോൾ ഏതൊരു സംശയത്തിൽ നിന്നും അവനൊരു പൂർണ്ണമായ വേർപെടൽ ആവശ്യപ്പെടുന്നു. അവൻ പറയുന്നതിൽ നിങ്ങൾ പൂർണ്ണമായ അനുസരണത്തോടുകൂടെ വരേണ്ടതുണ്ട്. ദൈവം അതാവശ്യപ്പെടുന്നു. മറ്റൊരു വിധത്തിലും നിങ്ങൾക്കത് ചെയ്യാനാകില്ല. മാത്രമല്ല, ഇപ്പോൾ അവൻ എപ്പോഴും ഒരു ഉദാഹരണത്തെ സജ്ജീകരിക്കുന്നു. അതവന്റെ ഉദാഹരണവുമായിരിക്കും. അവന്റെ കുടുംബത്തിലുള്ള സകലിൽ നിന്നും ഒരു പൂർണ്ണമായ വേർപാട്, അവന്റെ സകല സ്വജാതിക്കാരിൽ നിന്നും അങ്ങനെയും മറ്റുമുള്ളിൽ നിന്നും വേർപെട്ടുകൊണ്ട് ദൈവത്തിനായി ഒരു ജീവിതയാത്ര നടത്തണം. വർഷങ്ങൾ കടന്നുപോയി, ഒന്നും സംഭവിച്ചില്ല. എന്നാൽ അപ്പോഴും അബ്രഹാം നടന്നുകൊണ്ടിരുന്നു. അവൻ അധൈര്യപ്പെട്ടില്ല. ദൈവത്തിന്റെ വാഗ്ദാനത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു പോന്നു. വർഷം തോറും അത് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അനേക വിമർശകർ വന്നിട്ട്, അബ്രഹാമേ, രാജ്യങ്ങളുടെ പിതാവേ, ഇപ്പോൾ നിനക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ട് എന്ന് പറഞ്ഞിരിക്കും എന്നതിൽ ഒരു സംശയമില്ല. അതവനെ സംശയിപ്പിച്ചില്ല. കുഞ്ഞുങ്ങളൊന്നുമില്ല. സാറയ്ക്ക് കുഞ്ഞുങ്ങളെ പ്രസവിക്കാനുള്ള സമയം കഴിഞ്ഞിരുന്നു. കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കാനുള്ള കാലക്രമത്തിൽ വളരെ മുമ്പ് തന്നെ ആർത്തവം നിലച്ചിരുന്നു. എന്നാൽ അപ്പോഴും അബ്രഹാം ദൈവത്തെ അങ്ങനെ തന്നെ വിശ്വസിച്ചു. അവൻ പൈതലിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തി. എന്തുകൊണ്ടെന്നാൽ ദൈവം ഒരു വാഗ്ദാനം ചെയ്താൽ അവൻ അതിനെ പിന്താങ്ങാൻ അറിയില്ലെങ്കിൽ അവനത് ചെയ്യില്ലെന്ന് അവൻ അറിഞ്ഞിരുന്നതിനാൽ അവൻ പൂർണ്ണമായും പ്രോത്സാഹിക്കപ്പെട്ടിരുന്നു. അവന്റെ സന്തതിയും അതേ കാര്യം തന്നെ ചിന്തിക്കും. അത് കാഴ്ചയ്ക്ക് അസത്യമായി തോന്നിയാലും പ്രാകൃത മനസ്സിന് അത് എത്രമാത്രം അസ്വാഭാവികമായി തോന്നിയാലും എങ്കിലും ദൈവം ഒരു വാഗ്ദാനം ചെയ്യുമ്പോൾ അതിനെ പിന്താങ്ങാൻ അവന് കഴിയില്ലെങ്കിൽ അവനത് ചെയ്യുകയില്ല. നമ്മളിന്ന് അതേ കാര്യം തന്നെ വിശ്വസിക്കുന്നു. അബ്രഹാമിന്റെ ഓരോ യഥാർത്ഥ സന്തതിയും അതേ കാര്യം തന്നെ വിശ്വസിക്കും. സാഹചര്യം എന്തു തന്നെ കടന്നു വന്നാലും കാര്യമാക്കില്ല. നാം എത്രമാത്രം അറിവ് കൂട്ടിവെച്ചാലും എത്രമാത്രം കാര്യങ്ങൾ സംഭവിച്ചാലും പ്രാകൃത മനസ്സിന് അത് എത്രമാത്രം അസ്വാഭാവികമായി തോന്നിച്ചാലും അതല്ല കുറച്ചുകൂടെ സ്പഷ്ടീകരിച്ചാൽ പ്രാകൃത മനസ്സിന് അത് എത്രമാത്രം മൂഢത്തരമായിരുന്നാലും അതൊരു വ്യത്യാസം പോലും ഉണ്ടാക്കുന്നില്ല. ദൈവമാണത് പറയുന്നതെങ്കിൽ അതത്ര തന്നെ. അബ്രഹാമിന് സന്തതി കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നതിന്മേൽ ഉറപ്പിക്കുന്നു. അത് അതിനെ ഉറപ്പിക്കുന്നു. 25 വർഷം കഴിഞ്ഞിട്ടും കുഞ്ഞൊന്നും ഉണ്ടായില്ലെന്ന് നാം കണ്ടു. അപ്പോഴും ദൈവം അബ്രഹാമിനോട് തന്റെ വാഗ്ദത്തം നിറവേറ്റാൻ വിശ്വസ്തനായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. ചെറിയ ബാലൻ കാഴ്ചയിൽ വരുന്നു, കുഞ്ഞ് സഹാക്ക്. കുഞ്ഞ് സഹാക്ക് കാഴ്ചയിൽ വന്ന ശേഷം പിന്നെ ദൈവം അവനൊരു ഇരട്ടി പരീക്ഷ കൊടുക്കുന്നത് നാം കാണുന്നു.
അവൻ പറഞ്ഞു, ഈ പൈതൽ ഇപ്പോൾ അബ്രഹാമിന് ഏകദേശം 115 അതോ 20 വയസ്സ് പ്രായമായി. അവൻ പറഞ്ഞു, നിന്റെ ഏകജാതനെ ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന മലയിൽ നീ ബാലനെയും കൂട്ടിക്കൊണ്ടുപോയി ഈ മലയുടെ മുകളിൽ വെച്ച ഒരു ബലിയായി അവനെ എനിക്ക് ബലി കഴിക്കണം. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ വാഗ്ദത്തം നിറവേറും എന്നതിന്റെ സകല തെളിവുകളും നശിപ്പിക്കണം. അത് പ്രാകൃതമായ സകലത്തെയും എടുത്തു മാറ്റുന്നതാണ്. അബ്രഹാം പറഞ്ഞു, എനിക്ക് മരിച്ചവരുടെ ഇടയിൽ നിന്നും അവനെ കിട്ടി. ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിപ്പാൻ ശക്തനെന്ന് ഞാൻ പൂർണ്ണബോധവാനാകുന്നു. അത്തരത്തിലെ ജനങ്ങളാണ് ഇപ്പോഴത്തെ അബ്രഹാമിന്റെ സന്തതികൾ. കാരണം അവൻ നമ്മെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചു. നാം പാപത്തിലും അതിക്രമങ്ങളിലും മരിച്ചിരുന്നു. എന്റെ മനസ്സ് മാറ്റാൻ കഴിഞ്ഞിരുന്നവൻ എന്റെ വിചാരങ്ങളെ മാറ്റാൻ, എന്റെ പ്രാകൃതത്തെ മാറ്റാൻ, എന്റെ എല്ലാത്തിനെയും മാറ്റാനാകുന്നവൻ. അവന് പ്രസാദിക്കുന്ന വിധത്തിൽ അവന് ചെയ്യാനാകുന്നു. അവൻ പറയുന്നതെന്തും അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അബ്രഹാമിന്റെ ഓരോ സന്തതിയും അതേ കാര്യം തന്നെ വിശ്വസിക്കുന്നു. അബ്രഹാം ദൈവത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആ ബാലനെയും കൂട്ടി ആ രാവിലെ നേരം ദാസന്മാരോട് പറഞ്ഞു, നിങ്ങളിവിടെ കോവർ കഴുതകളുമായി കാത്തു നിൽക്കുക, ഞാനും മകനും കൂടെ അവിടോളം പോയി ആരാധിശേഷം അവനും ഞാനുമായി തിരികെ വരും. ഓ, അവനത് ചെയ്യുന്നത് എങ്ങനെ? തന്റെ സ്വന്തം പുത്രന്റെ ജീവനെടുക്കാൻ അവൻ ആ മലയുടെ മുകളിലേക്ക് കയറുന്നു. പിന്നെയും അവൻ പറയുകയാണ്, ആ കുഞ്ഞും ഞാനും ബാലനും തിരികെ വരും. എന്തെങ്കിലും സംഭവിക്കേണ്ടതുണ്ട് എന്നവൻ അറിഞ്ഞിരുന്നു. ദൈവം അതെങ്ങനെ ചെയ്യാൻ പോകുന്നെന്ന് അവൻ അറിയില്ലായിരുന്നു. ആ ചോദ്യം അവനുണ്ടായിരുന്നില്ല. ദൈവം അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. അത് മാത്രമാണ് നമ്മൾ അറിയേണ്ടത്. ദൈവം അത് വാഗ്ദത്തം നൽകിയിരിക്കുന്നു. അത് സംഭവിക്കാൻ പോകുന്നത് എങ്ങനെയാണ് എനിക്ക് നിങ്ങളോട് പറയാനാകില്ല. എന്നാൽ ദൈവം അപ്രകാരം പറഞ്ഞിരിക്കുന്നു. രണ്ടാം പ്രാവശ്യം അവൻ യേശുക്രിസ്തുവിനെ അയക്കും. അവൻ ഒരു ശരീരരൂപത്തിൽ വരും. അവൻ തന്റെ സ്വന്തമായതിനെ അവകാശപ്പെടും. 1000 ആണ്ട് വാഴ്ച ഉണ്ടാകും. അവനും വീണ്ടെടുക്കപ്പെട്ടവരും ചേർന്ന് 1000 ആണ്ട് വാഴ്ചക്കാലം ഭൂമിയിൽ വാഴും. അതാണ് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ആ മണിക്കൂർ ആഗതമാകാൻ നാം നോക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ രോഗികളെ സൗഖ്യമാക്കാനും മരിച്ചവരെ ഉയർപ്പിക്കാനും ഭൂതങ്ങളെ പുറത്താക്കാനും കൽപ്പിച്ചിരിക്കുന്നു. അത് ചെയ്യാനായി അവൻ വാക്ക് കൊടുത്തിരിക്കുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. എങ്ങനെ? എനിക്കറിയില്ല. അവനത് ചെയ്യാൻ നിർബന്ധിച്ചു. നാം അത് വിശ്വസിച്ചു. അത് അതിനെ ഉറപ്പിക്കുന്നു. ഒരു മനുഷ്യൻ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ അവൻ പറഞ്ഞതെല്ലാം അവൻ വിശ്വസിക്കുന്നു. ആ വിധത്തിലാണ് അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചിരുന്നത്. അവൻ പാലിച്ചുകൊള്ളും എന്ന് പറഞ്ഞതിന്റെ സകല തെളിവുകളെയും നശിപ്പിക്കാനായി ഇപ്പോൾ ആവശ്യപ്പെടുന്നു. എന്നാൽ ദൈവത്തിനത് ചെയ്യാനാകും എന്നവനെ ബോധിച്ചിരുന്നു. ഇപ്പോൾ അവൻ ഈ മഹത്തായ വാഗ്ദത്തം നൽകിയത് മാത്രമല്ല, അവൻ അവന്റെ സന്തതികൾക്കും കൂടെ നൽകിയിരിക്കുന്നു. അബ്രഹാം വിശ്വസ്തനായിരുന്ന കാരണത്താൽ അവനോട് വാഗ്ദത്തം ചെയ്തിരുന്ന വചനത്തെ അവൻ കാത്തിരുന്നതിനാലും ദൈവത്തിന് ഈ കുഞ്ഞിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാനാകും എന്നറിഞ്ഞിരുന്നു. അവൻ തന്റെ സ്വന്തം കുഞ്ഞിനെ പോലും വിട്ടുകളഞ്ഞില്ല. എന്നാൽ ദൈവം തീർച്ചയായും ദൈവം തന്റെ പുത്രനെ കൊടുക്കുന്ന വിധത്തിൽ അവന്റെ തലയിൽ വിറകുമായി മലയുടെ മുകളിലേക്ക് കയറുന്നതും മറ്റുമാകുന്നു. കുറെ കാലം കഴിഞ്ഞപ്പോൾ ക്രിസ്തു അവന്റെ സ്വന്തം ബലിയർപ്പണത്തിന്റെ തടിയുമായി മലയുടെ മുകളിലേക്ക് കയറി അവിടെ അവനെ ബലി കഴിച്ചു. നാം ഇത് ചെയ്യുന്നതിൽ തിരിച്ചറിയുന്നത് ഇത് ചെയ്യുന്നതിലൂടെ അത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായി അത്രയേറെ നന്നായി കണ്ടു. അബ്രഹാം ഭൂമിയിലുള്ള സകലത്തിനും മേലായി ദൈവത്തെ സ്നേഹിച്ചു. അവന്റെ ഏക സന്തതിക്കും മേലായിരുന്നു. ആർക്കെന്തു പറയാനാകുന്നതിലും ആർക്കെന്തു ചെയ്യാനാകുന്നതിലും മേലായി അവൻ അവനെ സ്നേഹിച്ചിരുന്നു. അപ്പോഴും അവൻ അവന്റെ വചനത്തെ വിശ്വസിക്കുന്നതിന് വേണ്ടത്രയും ഉണ്ടായിരുന്നു. അബ്രഹാമിന്റെ സകല സന്തതികളും ദൈവത്തെ അങ്ങനെ സ്നേഹിക്കും. അവർ ദൈവത്തെ വിശ്വസിക്കുന്നു. അത് ദൈവത്തെ അത്രമാത്രം പ്രസാദിപ്പിച്ചിട്ട് അവിടെ അവൻ എന്തു പറഞ്ഞിരിക്കുന്നു എന്ന് നമുക്കറിയാം. നിന്റെ സന്തതി ശത്രുവിന്റെ പട്ടണങ്ങളെ കൈവശമാക്കും. അതിന്റെ ശത്രുവിന്റെ പട്ടണങ്ങളെ നിന്റെ സന്തതി കൈവശമാക്കും. ഓർക്കൂ, അത് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നതാകുന്നു. അബ്രഹാമിന്റെ സന്തതി അത് വിശ്വസിക്കുന്നു. നിങ്ങൾ അബ്രഹാമിന്റെ ഒരു യഥാർത്ഥ സന്തതിയാണെങ്കിൽ അബ്രഹാമിന് ദൈവത്തിലുണ്ടായിരുന്ന വിശ്വാസം അത് നിങ്ങളിലും ഉണ്ടാകും. നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യും. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവം തന്റെ വാഗ്ദാനം കാക്കുന്നു. അവനത് പറഞ്ഞിട്ട് ഇപ്പോൾ ഓർക്കൂ, അവൻ ഈ വാഗ്ദാനം അബ്രഹാമിന് പരീക്ഷ നൽകിയതിനു ശേഷമാണ് നൽകിയത്. അബ്രഹാമിന്റെ സന്തതിയെ അവർ വാസ്തവമായും വചനം വിശ്വസിക്കുന്നുവോ എന്ന് ആദ്യം പരീക്ഷിക്കണം. ഓർക്കൂ, അവന് ദൈവത്തിന്റെ വാഗ്ദാനം കാത്തു സൂക്ഷിക്കാനുള്ള ഏക വഴി അതേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അവൻ ദൈവത്തിന്റെ വാഗ്ദാനത്തെ വിശ്വസിച്ചിരിക്കുകയും അവനത് വിശ്വസിക്കുമോ ഇല്ലയോ എന്ന് പരീക്ഷിച്ചു നോക്കുകയും ചെയ്തു. നമ്മെ പരീക്ഷയിലേക്ക് കൊണ്ടുവരുന്നു.
ഇന്നത്തെ അബ്രഹാമിൻ സന്തതിയെ പരീക്ഷയിലേക്ക് കൊണ്ടുവരുന്നു. നാം ദൈവത്തിന്റെ വചനമെടുക്കുമോ അതോ അതിനെക്കുറിച്ച് മനുഷ്യൻ എന്തു പറയുന്നു എന്നെടുക്കുമോ? ഒരു സംഘടന മതപ്രമാണമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒന്നിനെ നാം എടുത്ത് അതിനെ സ്വീകരിക്കുമോ അതോ ദൈവം പറഞ്ഞിരിക്കുന്നു എന്നെടുക്കുമോ? ദൈവത്തിന്റെ വചനം സത്യമാണെങ്കിൽ മറ്റുള്ള എന്തായിരുന്നാലും ശരി, നാം ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കും. സകല മനുഷ്യരുടെ വാക്കിനെയും നാം ഭോഷ്കായും ദൈവത്തിന്റെ അതിനെ സത്യമായും എടുക്കും. അബ്രഹാം യഥാർത്ഥതതി. എന്നാൽ നിങ്ങൾ ആ യഥാർത്ഥതയായി തീരും മുമ്പ് അബ്രഹാം കടന്നുപോയതുപോലെ സ്വയം നിങ്ങൾക്കും പരീക്ഷയിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അബ്രഹാം മാത്രമല്ല, അവന്റെ സന്തതിയും ശത്രുവിന്റെ പട്ടണങ്ങളെ കൈവശമാക്കും എന്നവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഓ എന്റെ ദൈവത്തിന്റെ വാഗ്ദത്ത വചനത്തിന്മേൽ അവന് നൽകിയ പരീക്ഷണം ശരിയായിരുന്നു എന്ന് ആ ഗോത്രപിതാവിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു എന്നത് ഒന്ന് ചിന്തിച്ചു നോക്കുവിൻ. സാഹചര്യം എന്തായിരുന്നാലും കാര്യമില്ല, അപ്പോഴും അവൻ വചനം ശരിയായിരുന്നു എന്ന് വിശ്വസിച്ചു. അബ്രഹാം, ആ മഹാൻ ഗോത്രപിതാവ്, അവനെ ആ പരീക്ഷണ സമയത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവൻ വിശ്വാസത്തിൽ നിന്നും ലവലേശം ചാഞ്ചാടിയില്ല. അവനെ മരിച്ചവൽ നിന്നും ഉയർപ്പിക്കാൻ ദൈവത്തിനാകുമെന്ന് അവൻ വിശ്വസിച്ചു. ദൈവം ആ വാഗ്ദാനം നൽകിയിരുന്നതിനാൽ അവനത് വിശ്വസിച്ചു. ദൈവം ചെയ്യും എന്നൊരു വാഗ്ദാനം അവൻ ചെയ്തിരിക്കുമ്പോൾ രാഷ്ട്രങ്ങളുടെ പിതാവ് അങ്ങനെ തന്നെ ആയിത്തീരും എന്നവൻ വിശ്വസിച്ചു. അത് എങ്ങനെയാകും എന്നവൻ അറിയില്ലായിരുന്നു. 25 വർഷം അവൻ വിശ്വാസം വെച്ചിരുന്നിട്ട് പൈതൽ കടന്നു വരുന്നു. പിന്നെ അത് നശിപ്പിക്കാനും ആവശ്യപ്പെടുന്നു. ദൈവത്തിന്റെ വാഗ്ദാനം സത്യമായിരുന്നു എന്നവൻ അപ്പോഴും അറിഞ്ഞിരുന്നു. അവൻ തന്റെ മകനെ കൊടുത്തു. അവന്റെ സന്തതിയും അതേ കാര്യം തന്നെ ചെയ്യും. അബ്രഹാമിന് സന്തതികളായിരിക്കുന്നവർക്ക് ദൈവത്തിന്റെ വാഗ്ദാനം ഒരു മുദ്രയാകുന്നു. വാഗ്ദാനം ഒരു മുദ്രയായി ഒരു ഒപ്പിട്ട സാക്ഷ്യമാകുന്നു. വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഓരോ വചനത്തെയും നാം വിശ്വസിക്കുമ്പോൾ വാഗ്ദത്തം തീർച്ചപ്പെടുത്താനായി ആ മുദ്ര നമുക്ക് നൽകുന്നു. നോക്കൂ, നാം അബ്രഹാമിന് സന്തതിയായിരിക്കെ നാം ബൈബിളിൽ വിശ്വസിക്കുമോ ഇല്ലയോ എന്നറിയാനായി നമ്മെ പരീക്ഷയിലൂടെ കൊണ്ടുപോകുന്നു. ബൈബിൾ ദൈവത്തിന്റെ വചനമാകുന്നു, കാരണം അത് ദൈവമാകുന്നു. പിന്നെ നിങ്ങൾ വിശ്വസിക്കുന്നതിനായി നിങ്ങൾ പരീക്ഷയിലൂടെ കടന്നു പോകുന്നു. അത്ഭുതാശ്ചര്യങ്ങൾ ദിവസങ്ങൾ കഴിഞ്ഞുപോയി എന്നവരിൽ ചിലർ പറയുമ്പോൾ നിങ്ങൾ സ്വീകരിക്കുമെങ്കിൽ അത് വചനത്തിനെതിരാകുന്നു. ഇന്ന് നിങ്ങൾ പരിശുദ്ധാത്മാവ് സ്വീകരിക്കില്ല. അങ്ങനെയുള്ള ഒരു കാര്യമില്ല. 12 ശിഷ്യന്മാർ മാത്രമേ സ്വീകരിച്ചിരുന്നുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞാൽ വചനം പറയുന്നു. പത്രോസ് അത് പെന്തക്കോസ്ത് നാളിൽ പ്രസംഗിച്ചു. അവൻ പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട നിങ്ങളുടെ പാപമോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ. അതാണ് കൃത്യമായും അതർത്ഥമാക്കുന്നത്. ആയതിനാൽ ഇപ്പോൾ നിങ്ങൾ ആ പരീക്ഷ, ദൈവത്തിന്റെ രൂക്ഷമായ പരീക്ഷ എടുക്കാൻ തയ്യാറാണെങ്കിൽ ആ നിർദ്ദേശത്തെ പിൻപറ്റുക. നിങ്ങളത് വിശ്വസിക്കുമെങ്കിൽ ദൈവം തന്റെ വചനത്തെ കാക്കുമെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് ശരിയാണ്. എന്നാൽ നിങ്ങൾക്ക് അതിലൂടെ കടക്കേണ്ടതുണ്ട്, കാരണം അത് മുദ്രയാകുന്നു. നിങ്ങൾക്കത് സ്വീകരിക്കാൻ കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ആ വാഗ്ദത്വം സ്വീകരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അത് ദൈവത്തിന്റെ നിർദ്ദേശമാണ്. അത് ആ വിധത്തിലാണ് നാം അത് ചെയ്യേണ്ടത്. ആ വിധത്തിലാണ് നാം അതിനെ പിൻപറ്റേണ്ടത്. അവനത് പറഞ്ഞിരിക്കുന്ന വിധത്തിൽ തന്നെയാകണം. ഇപ്പോൾ ചിലർക്ക് മാത്രമെന്നല്ല, എന്നാൽ ആരായാലും വിശ്വസിക്കുന്ന ആർക്കും, മാനസാന്തരപ്പെടുന്ന ആർക്കും, വിശ്വസിക്കുന്ന ആർക്കും, അതെല്ലാ തലമുറകൾക്കും എല്ലാ ജനങ്ങൾക്കും, വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും എന്നാകുന്നു. ദൈവത്തിന്റെ വചനത്തിലുള്ള വിശ്വാസം നിങ്ങളെ ഈ വാഗ്ദാനത്തിലേക്ക് കൊണ്ടുവരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ മുദ്ര കൈവശപ്പെടുത്താനുള്ള അധികാരം നിങ്ങൾക്കുണ്ടാകുന്നുള്ളൂ. നാം സ്വീകരിക്കുന്ന വാഗ്ദത്തമായ ആ മുദ്ര പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാകുന്നു. അത് ശരിയാണ്. കാരണം അത് ദൈവം ആത്മാവിന്റെ രൂപത്തിലായി തീർന്നിട്ട് നിങ്ങൾ അവന്റെ വചനമായി തീർന്ന് അവൻ നിങ്ങളിലേക്ക് വരുന്നതാണ്. നിങ്ങൾ വചനം നിങ്ങളിലേക്ക് സ്വീകരിച്ചാൽ പരിശുദ്ധാത്മാവിന് മാത്രമേ അതിനെ ജീവിപ്പിക്കാനായി സാധിക്കൂ. അത് കഴിയുമ്പോൾ നിങ്ങൾ എതിർക്കുന്ന നിങ്ങളുടെ ഓരോ ശത്രുക്കളെയും പട്ടണങ്ങളെ അവകാശമാക്കാനുള്ള വാഗ്ദത്തം നിങ്ങൾക്കുണ്ട്. അത് ശരിയാണ്. ദൈവം അത് വാഗ്ദത്തം ചെയ്തിരിക്കുകയും അത് അപ്രകാരമാവുകയും ചെയ്യും. ഇപ്പോൾ ഓർത്തിരിക്കൂ, അത് അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനാകൂ. അതിനുശേഷം മാത്രം, വചനത്താൽ പരിശോധന കഴിക്കപ്പെട്ട ശേഷം. അബ്രഹാം വചനത്താൽ പരീക്ഷിക്കപ്പെട്ടു. നിനക്കൊരു പുത്രനുണ്ടാകും എന്ന് വിശ്വസിക്കുന്ന അബ്രഹാമേ? അതെ, പുത്രൻ കടന്നു വന്നു. ഇപ്പോൾ അവൻ നശിപ്പിക്കൂ. നീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ അബ്രഹാമേ? മേലും ഞാനത് വിശ്വസിക്കും, കാരണം നിനക്കവനെ മരിച്ചവൻ ഉയർപ്പിക്കാൻ കഴിയും. അത് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇപ്പോൾ നിന്റെ സന്തതി ശത്രുവിന്റെ പട്ടണങ്ങളെ കൈവശമാക്കും. ആമേൻ. പരീക്ഷ വന്നതിന് ശേഷം
പ്രാകൃത സന്താനങ്ങളായ കുറച്ച് അബ്രഹാമൻ സന്തതികളെ നമുക്ക് പരിശോധിക്കാം. അത് ഇന്ന് നാം ആത്മീയ സന്തതികളാകുന്നു. എന്നാൽ നമുക്ക് പ്രാകൃത സന്തതികളിൽ ദൈവത്തിന്റെ വാഗ്ദാനത്തെ പൂർണ്ണമായും വിശ്വസിച്ച് അവരിൽ ചിലരെ പരിശോധിക്കാം. ഒരിക്കലും ഞാൻ പറഞ്ഞു, ഒരു ക്രിസ്ത്യാനി പെൺകുട്ടി വഴിമധ്യേ അവളുടെ അടിവസ്ത്രം കാണിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. എനിക്കത് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ദൈവത്തിന് വീണ്ടും ജനിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾ എന്താണെന്ന് കാണിക്കേണ്ടതിന് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ സൗന്ദര്യം കിട്ടിയിരിക്കുന്നു. അതാണ് നിങ്ങൾ. ഈ അഴിമതിയുടെ പാവാടകൾക്കില്ലാത്ത വീര്യം നിങ്ങൾക്കുണ്ട്. അത് ശരിയാണ്. ദൈവത്തിന്റെ ഒരു യഥാർത്ഥ സ്ത്രീ വീര്യവുമായി നിൽക്കുമ്പോൾ നിങ്ങളെ നോക്കി ചിരിച്ചെന്ന് വരാം, പഴഞ്ചൻ ഫാഷൻ എന്ന് വിളിച്ചെന്ന് വരാം. എന്നാൽ അവർക്ക് തൊടാനാകാത്ത ഒന്ന് നിങ്ങൾ കിട്ടിയിരിക്കുകയും ചെയ്തിരുന്നത് പിന്നൊരിക്കലും എടുക്കാനാകാതെ നഷ്ടമായി പോയിരിക്കുകയും ചെയ്തിരിക്കുന്നു. അത് ശരിയാണ്. നിങ്ങൾക്ക് വീര്യം കിട്ടിയിരിക്കുന്നു. വീര്യമാണ്, അതാണ് ദൈവം നോക്കുന്നത്. കാണുന്നു. എന്നാൽ ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതൊരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥനാ നിരയിലേക്ക് കടന്നു വരരുത്. സംശയരഹിതമാവണ്ണം നിങ്ങളത് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കടന്നു വരരുത്. നിങ്ങൾ സൗഖ്യമാകാൻ പോകുന്നു എന്നല്ലാതെ നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും ഒരു ചഞ്ചലവും ഉണ്ടായിരിക്കരുത്. എന്നാൽ നിങ്ങൾ പ്രസംഗവേദിയിൽ നിന്നും മടങ്ങുമ്പോൾ സൗഖ്യം പ്രാപിച്ചൊരു വ്യക്തിയായി പോകും. അത് ശരിയാണ്. ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യവും ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾ തികച്ചും ദൈവത്തിൽ വിശ്വസിച്ചിരിക്കണം. നാട്യവിശ്വാസമല്ല, വാസ്തവമായ വിശ്വാസം. അബ്രഹാമിന് സന്തതി അത് വിശ്വസിക്കുന്നു. കാരണം വചനം അപ്രകാരം പറയുന്നു. ആ കാരണത്താലാണ് നാം വിശ്വസിക്കുന്നത്. ആരെങ്കിലും വിമർശിച്ചു എന്നതിനാലല്ല. കാരണം ആരോ ഒരാൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുകൊണ്ടെന്നാൽ ദൈവം അങ്ങനെ പറയുന്നു. അത് അതിനെ സത്യമാക്കി തീർക്കുന്നു. ദൈവം അത് പറയുമ്പോൾ അത് സകല ചോദ്യങ്ങളെയും അസ്ഥാനത്താക്കുന്നു. അവനാണ് അവസാന വാക്ക്. അവൻ അവസാനത്തേതാകുന്നു. ദൈവം എന്തെങ്കിലും പറയുമ്പോൾ അത് അതിനെ ഉറപ്പിക്കുന്നു. അതിനെതിരായി പറയാൻ അവിടെ ഒന്നും തന്നെ ഇല്ല. സകല മനുഷ്യരുടെ വാക്ക് ഭോഷ്കും, എന്റേത് സത്യവുമായിരിക്കട്ടെ. ഇപ്പോൾ ഈ ചില സന്തതികൾ ചിലരെ നാം പരിശോധിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം. നാം എബ്രായ ബാലന്മാരെ പറ്റി ചിന്തിക്കുന്നു. എബ്രായ ബാലന്മാർ വിഗ്രഹത്തെ ആരാധിക്കുന്നതിനായി പരിശോധിച്ചതിനെ പറ്റി ചിന്തിക്കാൻ ഞാൻ ഇവിടെ എടുക്കുന്നു. ഇപ്പോൾ രാജാവ് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. വിഗ്രഹത്തെ നമസ്കരിക്കാത്ത ആരെയും അവരെ ഈ എരിയുന്ന തീച്ചൂളയിലേക്ക് എറിയുന്നതായിരിക്കും. ഇപ്പോൾ ഒരു വിധത്തിലെ വിഗ്രഹത്തെയും ആരാധിക്കരുതോ എന്ന ദൈവത്തിന്റെ വചനം സത്യമാണെന്ന് ഈ ബാലന്മാർ വിശ്വസിച്ചിരുന്നു. എന്നാൽ അവരത് ചെയ്യുമോ എന്നുള്ള കാണിക്കലിലേക്കും പരീക്ഷയിലേക്കും വന്നപ്പോൾ അവിടെയുണ്ടായിരുന്ന സകല ബാലന്മാരും അത് അംഗീകരിച്ചിട്ട് ആരാധിക്കാൻ പോയി. രാജാവ് പറഞ്ഞ വഴിയിൽ തന്നെ ശരിക്കും അവർ പോയി. അവരത് തീർത്തും ചെയ്തിരിക്കണമെന്നുള്ള ലോകത്തിന്റെ വിചാരത്തിനനുസരിച്ച് അവർ പോയി. അവർ ദൈവവചനത്തെ ലംഘിച്ചുകൊണ്ട് അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുമോ അതോ അവർ സത്യവചനത്തോട് നേരായി നിൽക്കുമോ എന്നവരെ പരീക്ഷിച്ചു നോക്കി. സാഹചര്യം എന്തായിരുന്നാലും ശരി, അവർ വചനത്തോട് നേരായി നിന്നു. അവർ അവരെ എരിയുന്ന തീച്ചൂളയിലേക്ക് എറിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വാഗ്ദാനം നിറവേറി. അവർ ശത്രുവിന്റെ പടിവാതിലുകളെ കൈവശമാക്കി. ആ തീച്ചൂളയിലുള്ള ചൂടിനെ അകറ്റുന്ന താക്കോലുമായി അവിടെ ഒരുവൻ നാലാമനായി നിന്നിരുന്നു. അതവരെ സ്വതന്ത്രമാക്കിയതല്ലാതെ മറ്റൊന്നും ചെയ്തില്ല. ആമേൻ. ഒരു പുരുഷനോ ഒരു സ്ത്രീയോ ആ പരീക്ഷണമെടുക്കാൻ, നിർണായകമായ പരീക്ഷണമെടുക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾ നോക്കൂ, അവർ ആ തീച്ചൂളയിലേക്ക് പോകേണ്ടിയിരുന്നു. അവരത് ചെയ്തപ്പോൾ അവർ ആ തീച്ചൂളയിലായിരുന്നു. മാത്രമല്ല, സംഭവിച്ച ഏക കാര്യം, ഈ നിർണായക പരീക്ഷണം സ്വതന്ത്രരാക്കി അവരുടെ കൈകളിൽ നിന്നും ആ കെട്ടുകളെ അഴിച്ചുവിടുക മാത്രമേ ചെയ്തുള്ളൂ. അനേക നേരങ്ങളിൽ ദൈവം നമ്മെ അനുവദിക്കുന്നു. ലോകവുമായി നാം നമ്മെ മുഴുവനുമായി ചുറ്റിക്കെട്ടുമ്പോൾ അവൻ നമ്മുടെ മേൽ തീച്ചൂളയുടെ പരീക്ഷണം കടന്നു വരുവാൻ അനുവദിക്കുന്നു. അവിടെ നമുക്കൊരു തീരുമാനം എടുക്കേണ്ടി വരുന്നു. നാം അത് ചെയ്യുമ്പോൾ ആ ഒരേ ഒരു കാര്യത്തിനെ പരീക്ഷയ്ക്ക് ചെയ്യാനാകൂ. തീരുമാനമെടുക്കുന്ന ഒരു കവലയിൽ അബ്രഹാമിന്റെ ഒരു യഥാർത്ഥ സന്തതി നിൽക്കുമ്പോൾ അവൻ ദൈവത്തെ സേവിക്കും എന്ന അവന്റെ തീരുമാനമേ എടുക്കുകയുള്ളൂ. അതിന് മാത്രമേ കെട്ടുകൾ അഴിച്ചുവിട്ട് നമ്മെ സ്വതന്ത്രനാക്കാനാകൂ. ഒരുപക്ഷെ സാത്താൻ നിങ്ങൾക്കൊരു രോഗം തന്നു വരാം. അവൻ നിങ്ങൾക്കൊന്നോ മറ്റൊന്നോ തന്നു വരാം. നിങ്ങൾ ഏത് വിധത്തിലെ തീരുമാനമാണ് എടുക്കുന്നത് എന്ന് കാണേണ്ടതിന് ആ വിലങ്ങനെയുള്ള വഴിയിലേക്ക് നിങ്ങളെ ദൈവമല്ല കൊണ്ടുവരുന്നതെന്ന് നിങ്ങൾ എങ്ങനെ അറിയും? അവർ തീച്ചൂളയുടെ പടിവാതിലുകളെ കൈവശമാക്കി. തീച്ചൂളയ്ക്ക് അവരെ ദഹിപ്പിക്കാനായില്ല. തീച്ചൂളയുടെ ഒരു ഗന്ധം പോലും അവരുടെ മേലുണ്ടായില്ല. അതിന്റെ കാരണം അവർ അബ്രഹാമിന് സന്തതികളാണെന്ന് അവർ അറിഞ്ഞിരുന്നതിനാലായിരുന്നു. അവർ ദൈവത്തിനും അവന്റെ വചനത്തിനും വേണ്ടി നിന്നു. അവർ ശത്രുവിന്റെ പടിവാതിലുകളെ കൈവശമാക്കി. തീക്ക് അവരെ ദഹിപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടെന്നാൽ അവർ പടിവാതിലുകളെ കൈവശമാക്കിയിരുന്നു. പിന്നെ അവിടെ ദാനിയേൽ എന്ന പേരോടുകൂടി ഒരു പ്രവാചക മനുഷ്യനുണ്ടായിരുന്നു. അവൻ ചെയ്തിട്ട് അവൻ ഏക സത്യദൈവത്തെ സേവിക്കുമോ അതോ ഇല്ലയോ എന്ന് പരീക്ഷിക്കപ്പെട്ടു.
ആ സമയത്തേക്ക് വന്നപ്പോൾ അവൻ ഏകസത്യ ദൈവത്തെ സേവിക്കുമോ അതോ ഒരു വിഗ്രഹാരാധകന്റെ ദൈവത്തെ ആരാധിക്കുമോ? അവൻ അത് ചെയ്യുന്നത് നിരസിച്ചു കളഞ്ഞു. പിന്നെ കൂരിരട്ട് കഴിച്ചതുപോലെ ഓരോ ദിവസവും അവന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു പോന്നു. രാജ്യഭരണമായ നിയമങ്ങൾ വളരെ ഉണ്ടായിരുന്നതിനാൽ അവനെ അതുമായി എടുത്തിട്ട് സിംഹങ്ങളുടെ ഒരു ഗുഹയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. വിശന്നിരുന്ന ഒരു കൂട്ടം സിംഹങ്ങൾ അവന്റെ പിന്നാലെ അലറിക്കൊണ്ട് പാഞ്ഞു ചെന്നു. അവൻ ചെയ്തതെന്താണ്? അവൻ തന്റെ ശത്രുവിന്റെ പടിവാതിൽ കൈവശമാക്കി. സിംഹങ്ങൾക്ക് അവനെ തിന്നാനായില്ല. ദൈവം ഒരു അഗ്നിസ്തംഭം താഴേക്ക് അയച്ചു. ഒരു ദൂതൻ അവനും സിംഹത്തിനും ഇടയിലായി നിന്നു. അവൻ ശത്രുവിന്റെ പട്ടണം കൈവശമാക്കി. കാരണം അവൻ ഏക സത്യദൈവത്തെ ആരാധിക്കുമോ അതോ അവൻ ആരാധിക്കാനായി ഉണ്ടായിരുന്ന വിഗ്രഹാരാധികളുടെ ഒരു ഡസൻ ദൈവങ്ങളെ ആരാധിക്കുമോ? അങ്ങനെ അവൻ പരീക്ഷയിൽ നിന്നു അവന്റെ ശത്രുവിന്റെ പടിവാതിലുകളെ കൈവശമാക്കി. ദൈവം അവനോടൊപ്പം ഉണ്ടായിരുന്നതിനാൽ സിംഹത്തിന് അവനെ തൊടാൻ പോലും സാധിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തം വാസ്തവമായി നിലകൊണ്ടു. കാരണം അവൻ അബ്രഹാമിന്റെ ഒരു യഥാർത്ഥ സന്തതിയായിരുന്നു. മോശെ, മറ്റൊരു മഹാൻ, ദൈവം അവന് കൊടുത്ത വാഗ്ദാനത്തെ കാണേണ്ടതിന് അവനും കൂടെ പരീക്ഷിക്കപ്പെട്ടു. നീ അവിടേക്ക് പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഇരിക്കും. അവന്റെ ദാനത്തെ അനുകരിച്ചവരുടെ മുന്നിൽ അവൻ നിൽക്കുമ്പോൾ മോശയോട് ചെയ്യാനായി കൽപ്പിച്ചിരുന്ന അതേ കാര്യം തന്നെ എന്നേസും എംബ്രേസും അവിടെ നിന്നുകൊണ്ട് അനുകരിച്ചിരുന്നു. അവനെ വിളിച്ചത് ദൈവമായിരുന്നു എന്നും അത് ചെയ്യുന്നതിനുള്ള ദൗത്യം നൽകിയത് അവന് മാത്രമായിരുന്നു എന്നും അവൻ അറിഞ്ഞിരുന്നു. ദൈവം അവനോട് ചെയ്യാനായി പറഞ്ഞതുപോലെ തന്നെ അവൻ അവിടെ നിന്നുകൊണ്ട് അത്ഭുതാശ്ചര്യങ്ങളെ ചെയ്തിരുന്നു. ഇപ്പോൾ ഇവിടെ അതാ അനുകാരികളും നിന്നുകൊണ്ട് അതേ കാര്യം തന്നെ ചെയ്യുന്നു. എന്നാൽ അത് മോശയെ അലട്ടിയില്ല. അവൻ ദൈവത്തിന്റെ വചനത്തോട് വാസ്തവമായും ചേർന്ന് നിൽക്കുകയും ശത്രുവിന്റെ പടിവാതിലുകളെ കൈവശമാക്കുകയും ചെയ്തു. എന്തുകൊണ്ടെന്നാൽ ആരെല്ലാം അതിനനുകരിക്കാൻ ശ്രമിച്ചിട്ടും കാര്യമാക്കാതെ അവൻ ദൈവത്തിന്റെ വാഗ്ദാനത്തോട് യഥാർത്ഥമായി തരുന്നു. അത് ഓരോ ക്രിസ്ത്യാനിക്കും എന്തൊരു നല്ല പാഠമാണ്. നിങ്ങൾ ചുറ്റിനും നോക്കി ഒരു കപട വേഷധാരിയെ കാണുമ്പോൾ ഇത്രമാത്രം ഓർത്തിരിക്കുക, അവനൊരു കലർപ്പില്ലാത്ത വസ്തുവിനെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അതൊരു കാര്യം മാത്രമേ അർത്ഥമാക്കുന്നുള്ളൂ: യഥാർത്ഥമായിട്ടുള്ള ഒരുവനുണ്ട്. ദൈവത്തിന്റെ വചനത്തോട് യഥാർത്ഥമായി നിൽക്കുക. എന്തു വന്നാലും പോയാലും കാര്യമില്ല, അവന്റെ വാഗ്ദത്തം കാക്കുക. അതെ, ദാനിയേൽ ദൈവത്തിന്റെ വചനത്തോട് യഥാർത്ഥമായി നിന്നു. അവൻ അനുകരിക്കാനായി എത്ര പേർ ശ്രമിച്ചിരുന്നാലും അതല്ല മറ്റെന്ത് ചെയ്തിട്ടും അവൻ യഥാർത്ഥമായി തന്നെ നിന്നു. ഇസ്രായേലും ഇസ്രായേലിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് അവരെ വാഗ്ദത്ത ദേശത്തിലേക്ക് കൊണ്ടുപോകുക എന്ന ഒരു ഉദ്ദേശത്തിനായിട്ടാണ് അവൻ വന്നത്. ഇസ്രായേലിൽ നിന്നും അവർ വാഗ്ദത്ത ദേശത്തിലേക്ക് പുറപ്പെടാൻ സമയമായപ്പോൾ അവിടെ അതാ ചാവുകടൽ വഴി നിൽക്കുന്നു. അവൻ വെള്ളത്തിന്റെ പടിവാതിലുകളെ കൈവശമാക്കി. വാതിലുകൾ തുറന്നു വന്നു. വെള്ളം പിന്നിലേക്ക് വലിഞ്ഞു. മോശെ ഇസ്രായേലിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയിട്ട് അവരെ കൂട്ടിക്കൊണ്ടുവരാനായി ദൈവം അവനോട് കൽപ്പിച്ചിരുന്ന പർവ്വതത്തിലേക്ക് കൊണ്ടുപോയി. ആമേൻ. അവൻ തന്റെ ശത്രുവിന്റെ പടിവാതിൽ കൈവശമാക്കി. അവന്റെ യഥാർത്ഥ സന്തതി ശത്രുവിന്റെ പട്ടണങ്ങളെ കൈവശമാക്കും എന്നുള്ള ആ വാഗ്ദാനം അവന്റെ പിതാവായ അബ്രഹാമിനുണ്ടായിരുന്നു. വെള്ളത്തിന്റെ പടിവാതിൽ അടഞ്ഞു കിടന്നിരുന്ന് അവന് കടന്നുപോകാൻ കഴിഞ്ഞിരുന്നില്ല. അത് അവന്റെ കർത്തവ്യത്തിന്റെ പാതയിലായിരുന്നു. അവൻ ആ കുഞ്ഞുങ്ങളെ ആ പർവ്വതത്തിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവരേണ്ടതുണ്ടായിരുന്നു. അവനോട് ദൈവം പറഞ്ഞിരുന്നു. അവിടെ അതാ വഴിയിൽ ഒരു വാതിൽ നിൽക്കുകയും അവൻ ആ പടിവാതിലിനെ കൈവശമാക്കുകയും ചെയ്തു. ഒരൽപ്പം സമയത്തിന് ശേഷം യോശുവ അവർ കാദേശ് ബർണയിലേക്ക് വന്നു. അത് ആ സമയത്ത് ലോകത്തിന്റെ ന്യായവിധിയുടെ സിംഹാസനമായിരുന്നു. അവിടെ ഇസ്രായേൽ അതിന്റെ ന്യായവിധിയെ സന്ധിച്ചു. യോശുവയും കാലേബും പിന്നെ മറ്റു 12 പേരും അതല്ല, അഥവാ മറ്റു 10 പേരെയും നാം കാണുന്നു. ഗോത്രത്തിൽ നിന്നും ഓരോരുത്തര വീതം അവർ ഏറ്റെടുക്കാൻ പോകുന്ന ദേശത്തെ ഒറ്റുനോക്കാനായി അയച്ചു. അവർ ആ മഹാകായകന്മാരായ മല്ലന്മാർ നിൽക്കുന്നത് അവർ കണ്ടപ്പോൾ അവരിൽ 10 പേർക്ക് വളരെ മോശമായി അനുഭവപ്പെട്ടിട്ട് അവർ പറഞ്ഞു, നമുക്ക് ഇതെടുക്കാൻ കഴിയില്ല, അത് വളരെ വലുതാണ്, നമുക്ക് എതിരെ കെട്ടിയിരിക്കുന്നവരെ നോക്കുവിൻ. എന്നാൽ അവർ ആ വിവരണം കൊണ്ടു തിരികെ വന്നപ്പോൾ അവർ ഒരു തിന്മ നിറഞ്ഞ വിവരണം കൊണ്ടുവന്നു. ഞാൻ നിങ്ങൾക്ക് ആ ദേശം തന്നിരിക്കുന്നു, ഇത് നിങ്ങളുടേതാണ് എന്ന് ദൈവം അവരോട് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ അവർ ആ തിന്മ നിറഞ്ഞ വിവരണം കൊണ്ടുവന്നെന്തിനാണ്? അവൻ അവരോട് അവിടെ മിസ്രയീമിൽ വെച്ച് പറഞ്ഞു, ആ ദേശം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അതൊരു നല്ല ദേശമാണ്, അവിടെ പാലും തേനും ഒഴുകുന്നു. അവരെതിരാളികളെ മഹാകായകന്മാരാണെന്ന് കണ്ടപ്പോൾ അവരിൽ 10 പേരും തിരികെ വന്ന് പറഞ്ഞു, നമുക്കത് ചെയ്യാനാകില്ല. അത് യോശുവയായിരുന്നു. അവൻ ജനങ്ങളെ ശാന്തരാക്കിയിട്ട് പറഞ്ഞു, നാം അത് കൈവശമാക്കാൻ തക്കവണ്ണം ശക്തരാകുന്നു, നാം അത് ചെയ്യാൻ മതിയായവരാകുന്നു. കാരണം എന്താണ്? അവൻ നോക്കിയത് വാഗ്ദാനത്തിലേക്കായിരുന്നു. അവൻ അബ്രഹാമിന്റെ ഒരു യഥാർത്ഥ സന്തതിയായിരുന്നു. ഏതൊരെന്തായിരുന്നിട്ടും കാര്യമല്ല, നമുക്ക് ആ പടിവാതിലിനെ കൈവശമാക്കാനാകും. എന്തുകൊണ്ടെന്നാൽ ദൈവം
ദേശം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവൻ ആ പടിവാതിൽ കൈവശമാക്കി. കുറച്ചു കഴിയുമ്പോൾ അവൻ ഇസ്രായേൽ മക്കളെ ആ നദിക്കരയിലേക്ക് കൊണ്ടുവന്നു. ഏപ്രിൽ മാസത്തിൽ നിറഞ്ഞു കവിയുന്ന ആ വലിയ നദിക്കരികൾ അവിടെ നിന്നു. യോർദാൻ മലമുകളിൽ നിന്ന് താഴേക്ക് ഒഴുകിയെത്തി അവൾ നിരന്ന പ്രദേശങ്ങളെല്ലാം കൂടി നിറഞ്ഞൊഴുകിയിരുന്നു. കാഴ്ചയ്ക്ക് അവൻ അവിടെ ആയിരിക്കാനായ വർഷത്തിലെ ഏറ്റവും മോശമായ സമയം. എന്നാൽ അപ്പോഴും അവൻ അബ്രഹാമിന് സന്തതിയായിരുന്നു. അവന് ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു എന്നും അവൻ അറിഞ്ഞിരിക്കുകയും അവൻ അവന്റെ കർത്തവ്യത്തിന്റെ പാതയിലുമായിരുന്നു. അതെങ്ങനെ ചെയ്യണമെന്ന് ദൈവം അവനൊരു ദർശനം കൊടുത്തിരുന്നു. അവൻ നദിയുടെ പടിവാതിലുകളെ കൈവശമാക്കി. ആ പടിവാതിൽ തുറന്നു വന്നപ്പോൾ വെള്ളം നേരെ പർവ്വതങ്ങളിലേക്ക് പിന്തിരിഞ്ഞു നിന്നു. യോശുവയും ഇസ്രായേലും ശത്രുവിന്റെ പടിവാതിലുകളെ കൈവശമാക്കിയിട്ട് നേരെ വാഗ്ദത്തദേശത്തിലേക്ക് കടന്നു. എന്തുകൊണ്ടെന്നാൽ അത് ചെയ്യാനായി ദൈവം അവരോട് പറഞ്ഞിരുന്നു. അബ്രഹാമിന്റെ യഥാർത്ഥ സന്തതി. സഹോദരന്മാരെ, സഹോദരികളെ, അവൻ അവിടെ കടന്നപ്പോൾ യെരിഹോ വളരെ ഉയരത്തിലുള്ള മതിലുകൾ പണിതിട്ട് അത് അത്രമാത്രം ഉയരവും അതിന്റെ മുകളിലൂടെ അവർക്ക് 3 രഥങ്ങളെ ഓടിക്കാനും കഴിയുമായിരുന്നു. ഈ കടം വാങ്ങിയ വാളുകളും വടികളും കല്ലുകളും മറ്റുമായിട്ട് ഇസ്രായേലിയർ അവിടെ അവർക്ക് കടക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? എന്നാൽ അവൻ അപ്പോഴും അബ്രഹാമിന് സന്തതിയായിരുന്നു. ദൈവം അവനോട് ദർശനം കൊടുത്തിട്ട് അതെങ്ങനെ ചെയ്യണമെന്ന് അവനോട് അരുളി ചെയ്തുകൊണ്ട് പറഞ്ഞു, ഒരു കാഹളം ധ്വനിപ്പിക്കണം. ആമേൻ. അത്ര തന്നെ ഒരു ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മതിലിനടുത്തേക്ക് മാർച്ച് ചെയ്യണം. പടിവാതിലുകൾ നിന്റെ മുന്നിൽ വീഴും. ആമേൻ. അവൻ അബ്രഹാമിന്റെ ഒരു രാജകീയ സന്തതിയായിരുന്നു. അവൻ ദൈവത്തിന്റെ യഥാർത്ഥ വിശ്വാസിയായിരുന്നു. പടിവാതിലുകൾ നിന്റെ മുന്നിൽ നിലത്ത് വീഴും. ഒരു ഗംഭീരനാദം മുഴക്കി ഒരു കാഹളമോതുക. എല്ലാമായിട്ട് നിനക്ക് ചെയ്യാനുള്ളത് അത് മാത്രമാണ്. പിന്നെ എന്ത് സംഭവിച്ചു? പടിവാതിൽ നിലത്ത് വീണു. യോശുവ പട്ടണത്തെ കൈവശമാക്കി. ഒരൽപ്പം കഴിയുമ്പോൾ ശത്രു തോൽപ്പിക്കുന്ന വക്കോളം എത്തുന്നതായി നാം കാണുന്നു. അത് കഴിഞ്ഞവൻ സൂര്യനെ അതിന്റെ പാതയിൽ നിന്നും നിർത്തുക പോലും ചെയ്യുന്നു. വിരോധാഭാസം എന്ന സന്ദേശത്തിൽ കഴിഞ്ഞ ദിവസം രാവിലെ ഞാൻ പറഞ്ഞതുപോലെ അവൻ ശത്രുവിന്റെ പട്ടണങ്ങളെ പിടിച്ചെടുക്കുവോളം അവൻ സൂര്യനെ പോലെ നിർത്തിക്കളഞ്ഞു. ആമേൻ. ശത്രു ചിതറിയിരിക്കുന്നു എന്നും സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അവർ ഒരുമിച്ച് കൂടി വരുമെന്നും അവൻ അറിഞ്ഞിരുന്നു. അമോര്യരും അമാലേക്കരും അങ്ങനെയുള്ളവരും എല്ലായിടത്തുമായി ചിതറിപ്പോയിരുന്നു. അവർക്ക് വീണ്ടും ഒരുമിച്ച് വരാനായാൽ ഒരുമിച്ച് വന്ന് അവരെ വീണ്ടും പരാജയപ്പെടുത്തുക എന്നത് അവനൊരുതം കഠിനമായ സമയമായിരിക്കും. അതിന് തടയിടാനായി ഒരേ ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അത് സമയമായിരുന്നു. അവൻ സമയത്തെ നിർത്തി. ആമേൻ. ആമേൻ. അവനെ ഒരു കാര്യം വാഗ്ദാനം ദൂരമാക്കിയിരുന്നു. അത് സൂര്യനായിരുന്നു. സ്വയം പ്രകൃതിയെയും കടന്നുപോയി അവൻ പ്രകൃതിയെ നിർത്തി. എന്തുകൊണ്ടാണ്? അവൻ അബ്രഹാമിന്റെ ഒരു സന്തതിയായിരുന്നു. അവൻ ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചിരുന്നു. അവൻ അവനെ നിർത്തുകയും പടിവാതിലിനെ കൈവശമാക്കുകയും ചെയ്തു. അതെ സാർ, ഈ മഹാന്മാരായ മനുഷ്യർ അവരെല്ലാവരും മഹാന്മാരായ മനുഷ്യരായിരുന്നു. എന്നാൽ നിങ്ങൾക്കറിയാമോ, അവർ ഓരോരുത്തരും അവർ മരണത്തിന്റെ പടിവാതിലെത്തിയപ്പോൾ അവരെല്ലാവരും മരിച്ചു. അവർക്ക് ഓരോരുത്തർക്കും മരിക്കണമായിരുന്നു. കാരണം അവർ മഹാന്മാരായ മനുഷ്യരായിരുന്നു. അവർ സിംഹത്തിന്റെ വായടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിന്റെ വായ്ക്കു തെറ്റി, അങ്ങനെയും മറ്റും സംഭവിച്ചു എന്ന് നമ്മോട് എബ്രായർ 11 പറയുന്നു. മാത്രമല്ല, അവർ ശത്രുവിന്റെ പട്ടണങ്ങളെ കൈവശമാക്കുകയും ചെയ്തു. ഒന്നൊഴികെ അത് മരണമായിരുന്നു. മരണം അവരെ ഓരോരുത്തരെയും വിഴുങ്ങിക്കളഞ്ഞു. പിന്നെ ഒരു നാൾ അബ്രഹാമിന് രാജകീയ സന്തതി യേശു ക്രിസ്തു ദൈവപുത്രൻ കടന്നു വരുന്നു. വിശ്വാസത്താലുള്ള അബ്രഹാമിന് സന്തതി. പ്രാകൃത സന്താനമായ ഇസഹാക്കിലൂടെയല്ല അവർ അവരുടെ ഭാഗം പ്രവർത്തിച്ചു. എന്നാൽ ഇവിടെ പ്രാകൃതമാവിധം ജനിക്കാത്ത ഒരുവൻ വരുന്നു. ലൈംഗിക മോഹത്തിലൂടെ അല്ലാതെ ജനിച്ച ഒരുവൻ ഇവിടെ വരുന്നു. ഇവിടെ ഒരുവൻ കന്യകാ ജനനത്തിലൂടെ വരുന്നു. ദൈവപുത്രൻ അബ്രഹാമിന് സന്തതി. ഈ മനുഷ്യൻ എന്തൊരു മഹാന മനുഷ്യനായിരുന്നു. പ്രാകൃതരായ മറ്റുള്ളവരെല്ലാം പ്രാകൃത ജനനത്താൽ ജനിച്ചു. ഈ മനുഷ്യൻ ഒരു കന്യകയിൽ ജനിച്ചു. അവൻ ഭൂമിയിൽ വന്നപ്പോൾ എന്താണ് അവൻ ചെയ്തത്? സാത്താൻ ഉണ്ടായിരുന്ന സകല ശത്രുവിനെയും അവൻ ജയിച്ചടക്കി. അവൻ സകലത്തെയും ജയിച്ചടക്കി. അവൻ ചെയ്തതെന്താണ്? അവൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവൻ വ്യാധികളെ ജയിച്ചടക്കി. അവന് ചുറ്റും ഒരു രോഗവും ഉണ്ടായിരുന്നില്ല. രോഗം എവിടെയെല്ലാം ഉണ്ടായിരുന്നോ അവനത് ജയിച്ചടക്കി. അവനത് ജയിച്ചടക്കിയ ശേഷം അവൻ എന്ത് ചെയ്തു? അവൻ നമുക്ക് താക്കോലുകളെ തന്നു. ആമേൻ. പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും ഞാൻ സ്വർഗത്തിലും കെട്ടും. ഓ ആമേൻ. അതാണ് അബ്രഹാമിന്റെ രാജകീയ സന്തതി, അവന്റെ വാഗ്ദാനം. പരിശുദ്ധാത്മാവ് ഇപ്പോൾ താക്കോലുകളുമായി നമ്മിലായിരുന്ന അത് രോഗത്തെ നിയന്ത്രിക്കുന്നു. അവൻ രോഗത്തെ ജയിച്ചടക്കി. രോഗത്തിന് അവന്റെ മുന്നിൽ നിൽക്കാനാകില്ല. അതേ കാര്യം തന്നെ ചെയ്യുന്നതിനായി, രോഗങ്ങളെ ജയിച്ചടക്കുന്നതിനായി അവൻ താക്കോലുകളെ നമുക്ക് തന്നിരിക്കുന്നു എന്നവൻ പറഞ്ഞു. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം ഞാൻ സ്വർഗത്തിലും കെട്ടും.
മാത്രമല്ല പ്രലോഭനവും നാം ആയിരുന്നതുപോലെ തന്നെ അവൻ എല്ലാ വിധത്തിലും പ്രലോഭിക്കപ്പെട്ടു. അവൻ എന്തു ചെയ്തു? അവൻ അതിനെ ജയിച്ചടക്കി. അവൻ നമ്മോട് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു? പിശാചിനോട് എതിർത്ത് നിൽക്കുക, അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. അവൻ നമുക്കായി രോഗങ്ങളെ ജയിച്ചടക്കി. അവൻ നമുക്കായി പ്രലോഭനങ്ങളെ ജയിച്ചടക്കി. പടിവാതിലുകളെ തകർത്തെറിഞ്ഞു. പ്രലോഭിപ്പിക്കുന്നവനിൽ നിന്നും താക്കോലെടുത്തിട്ട് അതിന് വിശ്വാസിയായ അബ്രഹാമിന് സന്തതിക്ക് കൈമാറിയിട്ട് പറഞ്ഞു, അവൻ നിങ്ങളെ പ്രലോഭിപ്പിക്കുന്നെങ്കിൽ അവനോട് എതിർത്ത് നിൽക്കുക, അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. ഓ എന്റെ, അവൻ എതിർക്കുക. അവൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചടക്കി. അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ഞാൻ കീഴടക്കിയിരിക്കുന്നു, ഞാൻ ജീവിക്കുന്നതിനാൽ നിങ്ങളും ജീവിക്കും. ഓ എന്തൊരു വാഗ്ദാനം! അത് അബ്രഹാമിന് സന്തതിക്ക് വേണ്ടിയാണ്. അവൻ കല്ലറയെ ജയിച്ചടക്കി നമ്മുടെ നീതീകരണത്തിനായി മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ അവൻ നമ്മുടെ നീതീകരണമായിരുന്നു. നമുക്കത് ചെയ്യുന്നതെന്താണ്? അവൻ രോഗത്തെ ജയിച്ചടക്കി, അവൻ മരണത്തെ ജയിച്ചടക്കി, അവൻ പാതാളത്തെ ജയിച്ചടക്കി, അവൻ കല്ലറയെ ജയിച്ചടക്കി, അവൻ പ്രലോഭനത്തെ ജയിച്ചടക്കി. ഓ നമ്മെ സ്നേഹിച്ചതിനാലും അവന്റെ ജീവൻ നമുക്കായി തന്നതിനാലും ഇപ്പോൾ നാം അവനിലൂടെ അതിലും കൂടുതൽ ജയശാലികളാകുന്നു. അബ്രഹാമിന്റെ രാജകീയ സന്തതികളായിരിക്കെ അവനിലായിരുന്ന ദൈവത്തിന്റെ അതേ ആത്മാവ് തന്നെ നമ്മിലായിരിക്കുന്നു. നാം ജയശാലികളെക്കാൾ കൂടുതലാകുന്നു. ഓരോ പടിവാതിലുകളും നമുക്കായി ജയിച്ചടക്കിയിരിക്കുന്നു. അതിനെ കൈവശമാക്കുക എന്ന കാര്യമേ നമുക്കുള്ളൂ. അത് മുന്നമേ തന്നെ ജയിച്ചടക്കിയിരിക്കുന്നു. രോഗങ്ങൾ ജയിച്ചടക്കിയിരിക്കുന്നു, മരണം ജയിച്ചടക്കിയിരിക്കുന്നു, പാതാളം ജയിച്ചടക്കിയിരിക്കുന്നു, കല്ലറ ജയിച്ചടക്കിയിരിക്കുന്നു. സകലതും ജയിച്ചടക്കിയിരിക്കുകയും അവന്റെ കൃപയാൽ നാം താക്കോലുകളെ കയ്യിൽ പിടിച്ചിരിക്കുകയും ചെയ്യുന്നു. ആ പൂട്ടുകൾ താക്കോൽ ഉപയോഗിച്ചുകൊണ്ട് തുറന്നിട്ട് ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വരുന്നു എന്ന് പറയാനായി നിങ്ങൾ ഭയപ്പെടുന്നു? എന്റെ നാമത്തിൽ പിതാവിനോട് എന്ത് ചോദിച്ചാലും ഞാൻ അവനെ സ്നേഹിക്കുന്നു. 2000 വർഷം കഴിഞ്ഞു പോയതിനു ശേഷവും 2000 വർഷങ്ങൾ ആ തിരശ്ശീലെ രണ്ടായി കീറിയ ശക്തനായ ജയശാലി അവനിപ്പോഴും നമ്മുടെ മധ്യേ ഉണ്ടായിരിക്കുന്നു. സകല രോഗത്തെയും സകല വ്യാധിയെയും സകലതും അവന്റെ മേലെടുത്തുകൊണ്ട് നമ്മുടെ അതിക്രമങ്ങളെ കുരിശിന്മേൽ വഹിച്ചു. മാത്രമല്ല നമ്മുടെ രോഗങ്ങളുടെയും നമ്മുടെ വ്യാധികളുടെയും മേൽ ജയോത്സവം കൊണ്ടാടി നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തെഴുന്നേറ്റു. സകലത്തിന്റെയും അവകാശികളായ അബ്രഹാമിന്റെ രാജകീയ സന്തതികളുടെ നടുവിൽ സ്വയം ജീവിക്കുന്ന യേശുക്രിസ്തുവായി പ്രത്യക്ഷമാക്കിക്കൊണ്ട് 2000 വർഷം കഴിഞ്ഞിട്ടും ജീവിച്ചിരിക്കുന്നു. ഓ എന്റെ വാഗ്ദത്ത വചനത്തിന്റെ പരീക്ഷയിലൂടെ പോയി വിജയികളായിരുന്നവരോടൊപ്പം നിങ്ങൾക്ക് വചനത്തെ വിശ്വസിക്കാമെങ്കിൽ പിന്നെ നിങ്ങളും അബ്രഹാമിന് സന്തതികളാകുന്നു. അപ്രകാരമാണ് നിങ്ങൾ അതിലേക്ക് കടന്നു വരുന്നത്. നിങ്ങൾക്ക് വചനത്തിന്റെ ആ പരീക്ഷ എടുക്കാനാകാതെ പിന്നെ നിങ്ങൾ സംശയിച്ചും അതിനെക്കുറിച്ച് അല്പം സംശയാലുവായി നിങ്ങൾക്കത് പ്രയാസത്തോടും വിശ്വസിക്കാനാകുന്നില്ല. എന്തോ ചിലതോ അതോ മറ്റൊന്നോ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾ പ്രാർത്ഥനാ നിലയിലേക്ക് കടന്നു വരരുത്. ദൈവത്തിന്റെ വചനം സത്യമാണെന്ന് എന്നുള്ള അത്ര കൃപ പോലും നിങ്ങൾക്കില്ല എങ്കിൽ ഞാൻ പ്രസംഗ പീഠത്തിന് ചുറ്റും വിധിയാവില്ല. ഒരിക്കൽ നിങ്ങൾ ആ വിശ്വാസത്തിന്റെ തിരശ്ശീല വലിച്ചു കീറിയിട്ട് വരുമ്പോൾ മരണത്തിന്റെയും പാതാളത്തിന്റെയും കല്ലറുടെയും താക്കോലുകൾ നിങ്ങളുടെ കൈകളിൽ കിട്ടുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് വേണ്ടി ജയം പ്രാപിച്ചിരിക്കുന്ന ഒരു ജയശാലിയെ നിങ്ങൾ കിട്ടിയിരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എബ്രായർ 13:8 കിട്ടിയിട്ട് അത് നമ്മോട് പറയും, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു എന്ന് പറയുന്നു. നാം അത് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ള ജനങ്ങൾ പറയും, ഓ അതെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, അവനൊരു പ്രത്യേക വിധത്തിലാണ് അവനാണ്, അവൻ മാറ്റമില്ലാത്തവൻ എന്ന് ബൈബിൾ പറയുന്നു. ഓ അതെ, അവൻ ചെയ്തതുപോലെ ഒന്നും ഇന്ന് ചെയ്യുന്നില്ല. അവന്റെ വചനം സമർത്ഥിച്ചു കാണിച്ചിരിക്കുമ്പോൾ ഇപ്പോൾ തന്നെ നാം അത് കണ്ടുപിടിച്ചിരിക്കുന്നു. അത് ചെയ്യുന്ന എന്താണ്? അത് നേരെ അവരുടെ മടിത്തട്ടിലേക്ക് തന്നെ തിരികെ അറിയുന്നു. ആമേൻ. അബ്രഹാമിന്റെ യഥാർത്ഥ സന്തതി അത് വിശ്വസിക്കുന്നു. അവരറിയുന്നു. ലോത്തിന്റെ നാൾക്കളിൽ അവൻ അവിടെ വെച്ച് അബ്രഹാമിനെ സംബന്ധിച്ച് അത്ഭുതാശ്ചര്യം പ്രവർത്തിച്ചതുപോലെ തന്നെ അവൻ ഇന്നു രാത്രിയിലും നിൽക്കുന്നു. സാറ അവന്റെ പുറകിലായിരുന്നപ്പോൾ അവൾ എന്തു ചെയ്തെന്ന് അവൻ പറഞ്ഞതുപോലെയാണ്. അവന്റെ വരവിന്റെ തൊട്ടുമുമ്പ് അബ്രഹാമിന്റെ രാജകീയ സന്തതിയായ ആ സഭ അതേ കാര്യം തന്നെ കാണുമെന്ന് യേശു വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. എന്താണത്? അത് സംഭവിക്കേണ്ടത് തന്നെ. ദൈവം അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അതപ്രകാരമായിരിക്കുമെന്ന് യേശു ക്രിസ്തു തന്നെ തീർച്ചപ്പെടുത്തിയിരിക്കുകയും 2000 വർഷങ്ങൾക്ക് ശേഷവും ഇന്ന് നാം ഇവിടെ ആയിരിക്കുകയും ഇപ്പോഴും ശക്തനായ ജയശാലിയായി തന്നെ അവനെ നമ്മുടെ ഇടയിൽ കാണുകയും ചെയ്യുന്നു. അവൻ മരണത്തെയും പാതാളത്തെയും കല്ലറയെയും സകല മൂഢഭക്തിയെയും ജയിച്ചടക്കി വചനത്തെ. എന്തുകൊണ്ട്? അവളുടെ അതെ. അവൻ പറഞ്ഞു, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നതും അപേക്ഷിപ്പിൻ, നിങ്ങൾക്കത് കിട്ടും. എന്തായിരുന്നു അത്? വചനം. ക്രിസ്തു
അത് നിങ്ങളുടെ ഹൃദയത്തിലാണ്. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ സകലതും ജയിച്ചടക്കിയിരിക്കുന്നു. കാരണം ഞാനത് നിങ്ങൾക്കായി ജയിച്ചടക്കിയിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുമെങ്കിൽ, നിങ്ങൾക്കെന്നെ മനസ്സിലാക്കാനായാൽ, നിങ്ങൾക്കെന്നിൽ വസിക്കാനായാൽ, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. നാട്യമായി വിശ്വസിക്കുന്നതല്ല, എന്നാൽ സ്വീകരിക്കാൻ കഴിയുന്നവന്. എന്റെ വചനം കേട്ട് എന്റെ വചനങ്ങളെ മനസ്സിലാക്കി എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പരീക്ഷയിൽ അഥവാ ശിക്ഷാവിധിയിലാകാതെ മരണത്തിൽ നിന്നും ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. അവിടെയാണവൻ ആ ശക്തനായ ജയശാലി. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി ഇന്നും ഇവിടെയാകുന്നു. ബാബിലോണിൽ നിന്നും വിളിച്ച് പുറത്താക്കപ്പെട്ട അബ്രഹാമിന്റെ സന്തതിയുടെ മുന്നിൽ നിറവേറ്റിക്കൊണ്ട് അവൻ ഇവിടെയായിരിക്കുന്നു. സൊദോമിൽ നിന്നും വിളിച്ച് പുറത്താക്കി, ലോകത്തു നിന്നും വിളിച്ച് പുറത്താക്കി വേർതിരിച്ച കൃത്യമായി അവന്റെ വാഗ്ദാനത്തെ കാണിക്കുന്നു. 2000 വർഷം കഴിഞ്ഞിട്ടും ഇന്ന് രാത്രിയിൽ ആ ശക്തനായ ജയശാലി അവനിവിടെ നമ്മുടെ ഇടയിൽ നിൽക്കുന്നു. ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിച്ചറിയാനുള്ള ദൈവത്തിന്റെ വചനമായ അവൻ. എന്താണത്? നിന്റെ സന്തതി അതിന്റെ ശത്രുവിന്റെ പട്ടണങ്ങളെ കൈവശമാക്കും. എന്താണത്? അത് അബ്രഹാമിന് സന്തതിയായി വചനം വിശ്വസിക്കുന്ന ആ രാജകീയ സന്തതിയാകുന്നു. മാത്രമല്ല, വചനമെന്നത് ദൈവമാകുന്നു. ഇപ്പോൾ നാം ഇത് കാണുമ്പോൾ പണ്ടത്തെ കവിവരനെ പോലെ നമുക്ക് അവരോടൊപ്പം ചേർന്നാർപ്പെടാം. ജീവിച്ചുകൊണ്ട് അവൻ എന്നെ സ്നേഹിച്ചു, മരിച്ചുകൊണ്ട് അവനെ രക്ഷിച്ചു, അടക്കത്താൽ അവൻ പാപങ്ങളെ ദൂരമാക്കി, ഉയർത്തെഴുന്നേറ്റുകൊണ്ട് അവൻ എന്നെ എന്നേക്കുമായി നീതീകരിച്ചു. ഒരു നാൾ അവൻ വരുന്നു, ഓ മഹത്വമേറിയ നാൾ. ആരോ ഒരാൾ പറഞ്ഞു, കുട്ടി, നീ വയസ്സായിക്കൊണ്ടിരിക്കുന്നു, എനിക്കതിനൊന്നും ചെയ്യാനാകില്ല. ഞാനത് ചെറിയ ബാലായിരുന്നു മുതൽ ഞാൻ ജീവിച്ചു പോരുന്നു. യേശുക്രിസ്തു വരുന്നു എന്ന് കാണാൻ സാധിച്ചു എന്നതായിരുന്നു എനിക്കുണ്ടായ ഏക നേട്ടം. ഞാൻ എന്റെ ജീവിതം ആ ഉദ്ദേശത്തിനായി നൽകി. ഒരു വയസ്സനായ മനുഷ്യനായിരുന്നിട്ടും ഞാനിപ്പോഴും പുൽപ്പിൽ തന്നെയായിരുന്ന അതേ കഥ തന്നെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. തന്റെ സ്വന്തമായതിനെ സ്വീകരിക്കാൻ യേശുക്രിസ്തു ആകാശങ്ങളിൽ നിന്ന് വരുന്നു എന്ന് കാണുക എന്ന് തന്നെയാണ് എനിക്ക് ചിന്തിക്കാനാകുന്ന ഏറ്റവും മഹത്തായ കാര്യവും. ദൈവമേ, പിന്നെ എന്റെ നമുക്ക് പാടാൻ കഴിയുന്ന ആശ്ചര്യമില്ല. യേശുവിൻ നാമത്തിൽ ശക്തിയാൽ എല്ലാവരും ആർപ്പെടട്ടെ. ദൂതന്മാർ സാഷ്ടാംഗം നമിക്കട്ടെ. രാജകിരീടം കൊണ്ടുവരുവിൻ. സകലത്തിന്റെ കർത്താവായി അവനെ കിരീടമണിയിപ്പിൻ. എന്തുകൊണ്ടാണ്? ശക്തനായ ജയശാലി അവനാകുന്നു. നിങ്ങൾ അവനിലാണെങ്കിൽ നിങ്ങൾ വചനത്തിലാകുന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ എന്നിൽ വസിച്ചുകൊണ്ട് നിങ്ങൾ ഇച്ഛിക്കുന്നതും അപേക്ഷിപ്പിൻ, നിങ്ങൾ ആഗ്രഹിക്കുന്നതും. കാരണം ഓരോ പടിവാതിലും മുന്നമേ തന്നെ ജയിച്ചടക്കിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് പറയാൻ കഴിയും, പുസ്തകത്തിലുള്ള ഓരോ വാഗ്ദത്വവും എന്റേതാകുന്നു. ഓരോ അധ്യായവും, ഓരോ വാക്യവും, ഓരോ വരിയും ഞാൻ അവന്റെ ദിവ്യ വചനത്തിൽ ആശ്രയിക്കുന്നു. കാരണം പുസ്തകത്തിലുള്ള ഓരോ വാഗ്ദത്വവും എന്റേതാകുന്നു. സുഹൃത്തുക്കളെ, അതെന്തർത്ഥമാക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു? ദൈവം അബ്രഹാമിനോട് ചെയ്ത ഓരോ വാഗ്ദാനവും, പ്രവാചകന്മാരാൽ പറയപ്പെട്ട ഓരോ വാഗ്ദാനവും, ഈ ദിവസത്തേക്ക് യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഓരോ വാഗ്ദാനവും അവൻ എന്നേക്കും ജീവിക്കുന്നു എന്ന് കാണിക്കുന്നതിനും അത് തീർച്ചപ്പെടുത്തുന്നതിനുമായി അവൻ ഇവിടെ തന്നെയാകുന്നു. നിന്റെ സന്തതി ശത്രുവിന്റെ പടിവാതിൽ കൈവശമാക്കും. അത് മരണത്തിന്റെ മണിക്കൂറിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ പറയും, അതിനെപ്പറ്റി എന്താണ്? അപ്പോഴും നിങ്ങൾക്ക് പൗലോസ് പറഞ്ഞിരുന്ന ഒരു ഉടമസ്ഥതയുണ്ട്. ഓ കല്ലറയെ, നിന്റെ ജയമെവിടെ? ഓ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? യേശുക്രിസ്തു എന്ന ശക്തനായ ജയശാലിയിലൂടെ നമുക്ക് ജയം തന്ന ദൈവത്തിന് നന്ദി. ഓ ദൂതന്മാർ സാഷ്ടാംഗം നമിക്കട്ടെ. രാജകിരീടം കൊണ്ടുവരുവിൻ. സകലത്തിന്റെയും കർത്താവായി അവനെ കിരീടമണിയിപ്പിൻ. ഇന്ന് രാത്രിയിൽ 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ ശക്തനായ ജയശാലിയായ അവനെ നാം കാണാൻ വരുന്നു. ദൈവത്തിന്റെ ഏതൊരു വാഗ്ദാനം നിന്നും നമ്മെ വേർപെടുത്തുന്ന തിരശ്ശിലയെ വലിച്ചു കീറിയവനായി മാത്രമല്ല, നാം അവനിൽ അതിലധികവും ജയശാലികളുമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്നു രാത്രിയിൽ ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ ആ മഹത് വ്യക്തിയായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിന്റെ രൂപത്തിലായി ആ രാജകീയ സന്തതി അബ്രഹാമിന്റെ രാജകീയ സന്തതിയുടെ മേൽ വരാമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നവനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, നിന്നെ അറിയാത്ത ഒരു പുരുഷനോ സ്ത്രീയോ ആൺകുഞ്ഞോ പെൺകുഞ്ഞോ ഇവിടെ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് അത് സത്യമോ അതോ അല്ലേ എന്നവരുടെ മനസ്സിൽ ഒരു സംശയമോ വിഭ്രാന്തിയോ ഉണ്ടെങ്കിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഓ മഹാൻ ദൈവമേ, ഈ രാത്രിയിൽ വന്നാലും കർത്താവേ, നീ ചെയ്തിരുന്ന ഒരു മഹത്തായ വാഗ്ദത്തമുണ്ട്. നിനക്ക് ആ വാഗ്ദാനത്തെ കാക്കാൻ കഴിയും.
നീ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ അവനും ചെയ്യും. ഞാൻ എന്റെ പിതാവിനടുക്കൽ പോകുകൊണ്ട് ഇതിലും വലിയവയും ചെയ്യും. പിതാവാം ദൈവമേ, നിന്റെ വചനത്തെ നീ തന്നെ തീർച്ചപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ട് ഇന്ന് രാത്രി ഇവിടെ അബ്രഹാമിന്റെ വളരെയേറെ കുഞ്ഞുങ്ങളുണ്ട്. ഓ പിശാച് അവരെ നിശബ്ദരാക്കിയിരിക്കുന്നു. അവരെ അവർ അകത്താക്കിയിട്ട് അവർ താക്കോലുകൾ കൊണ്ട് പൂട്ടിയിരിക്കുന്നു. എന്നെ പറയുന്നു, ഇപ്പോൾ നീ തീർച്ചയായും മരിക്കണം. നിനക്ക് ഹൃദയസ്തംഭനമാണ്. നിനക്ക് ഇതും അതും അതല്ല മറ്റേതുമുള്ളതിനാൽ നീ തീർത്തും മരിക്കണം. ഓ ദൈവമേ, എല്ലാ അടിമയ്ക്കും സ്വതന്ത്രരാകാം എന്ന സുവിശേഷത്തിന്റെ ജൂബിലി കാഹളം ഇന്ന് രാത്രിയിൽ മുഴക്കാനിടയാകട്ടെ. യേശുക്രിസ്തു ആ പടിവാതിലുകളെ ജയിച്ചടക്കിയിരിക്കുന്നു. അതിന്റെ താക്കോലുകളെ ഞങ്ങൾ ഞങ്ങളുടെ കൈകളിൽ പിടിച്ചിരിക്കുന്നു. ഓ, എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. എന്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്നൊക്കെയും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ അവനും ചെയ്യും. ദൈവത്തിന്റെ വചനം ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും സന്ധിമജ്ജകളെ വേർപിടിവിക്കും വരെ തുളച്ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിഭജിക്കുന്നതുമാകുന്നു. മനുഷ്യപുത്രന്റെ വരവിങ്കൽ നോഹയുടെ നാൾക്കളിൽ ആയിരുന്നതുപോലെ തന്നെയാകും. അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും വലിയ കെട്ടിടങ്ങളുടെ പദ്ധതികളും മറ്റും ലോകത്തെ ശ്രദ്ധിക്കൂ. അവിടെ അടയാളങ്ങൾ ഉണ്ടാകും. ആകാശത്ത് ഭയാനകമായ കാഴ്ചകളും ഈ പറക്കും തളികളും വ്യത്യസ്ത ഇടങ്ങളിലെ ഭൂമികുലുക്കങ്ങളും സമുദ്രമലർന്നു ഭീമാകാരമായ തിരമാലകൾ ഭയത്താൽ മനുഷ്യഹൃദയങ്ങൾ സ്തംഭിക്കുന്നു. രാജ്യങ്ങൾ തമ്മിൽ കലഹിക്കുന്നു. സമയത്തിന്റെ കുഴങ്ങിയ അവസ്ഥ മനുഷ്യപുത്രന്റെ വരവിങ്കൽ ലോത്തിന്റെ നാൾക്കല്ലായിരുന്നതുപോലെ തന്നെയാകും. ഓ ദൈവമേ, ഇന്നു രാത്രിയിൽ കടന്നു വന്ന് അങ്ങയുടെ വചനത്തെ നിർവഹിച്ചാലും, ഇന്നു രാത്രിയിൽ കടന്നു വന്ന് അബ്രഹാമിന്റെ സന്തതികളുടെ വിശ്വാസത്തെ മാനിച്ചാലും യേശു ക്രിസ്തുവിന്റെ നാമത്തിലൂടെ ഞങ്ങളിത് ചോദിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ഞാൻ അൾത്താരോട് നടത്തുന്നില്ല. ഞാനത് നിങ്ങളുടെ മേൽ വിടുകയാണ്. ഞാൻ അതേപ്പറ്റി ചിന്തിക്കുമ്പോൾ അനേക നേരങ്ങളിൽ അൾത്താര വിളി ഞാൻ അവരോടൊപ്പം വിശ്വസിക്കുന്നു. എന്നാൽ കൈക്കൊണ്ടവരെല്ലാം സ്നാനമേറ്റു. അതാണത്. അവനെ കൈക്കൊണ്ടവരെല്ലാം. നാം രോഗികൾക്കായി പ്രാർത്ഥിക്കാൻ പോകുന്നു. എനിക്ക് രാത്രി മുഴുവൻ സംസാരിക്കാനാകും. നിങ്ങൾ വളരെ നല്ല ശ്രോതാക്കളാണ്. എന്നാൽ ഒരു സാധാരണ മനുഷ്യനായി എന്ന് പറയാൻ ഞാൻ പറഞ്ഞത് അവന്റെ വാക്കുകളാണെങ്കിൽ പിന്നെ അപ്പോൾ അത് എന്റെ വാക്കുകളല്ല, അത് അവന്റെ വാക്കുകളാണ്. ഞാൻ എന്തെങ്കിലും പറയുകയും അതിനെ ദൈവം പിന്താങ്ങുകയും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അത് എന്റെ വാക്കുകളാണ്. ഞാൻ അവന്റെ വാക്കുകളെ പറഞ്ഞാൽ അവൻ അതിനെ പിന്താങ്ങുന്നു. അത് അപ്രകാരമല്ലെന്ന് പറയാനാകുന്ന പാപിയായ പുരുഷനോ സ്ത്രീയോ ബാലനോ ബാലികയായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? യേശു പറഞ്ഞു, അവൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർ പറഞ്ഞു, ഈ മനുഷ്യൻ ഒരു ഭാവി പറച്ചിലുകാരനാണ്, അവനൊരു പിശാചാണ്. ഒരു ഭാവി പറച്ചിലുകാരൻ ഭാവി പറയുന്നത് പിശാചിൽ നിന്നുമാണെന്ന് ഏവർക്കും അറിയാം. അവൻ പറഞ്ഞു അവനൊരു ഭാവി പറച്ചിലുകാരനാണ്. എന്നാൽ ഒരു ഭാവി പറച്ചിലുകാരൻ എപ്പോഴെങ്കിലും സുവിശേഷം പ്രസംഗിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭാവി പറച്ചിലുകാരൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, സംശയിക്കേണ്ട, അവനത് ചെയ്യില്ല. അവൻ പറഞ്ഞു, ഇപ്പോൾ മനുഷ്യപുത്രനായ ഞാനിത് നിങ്ങളോട് ക്ഷമിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മ വരുമ്പോൾ അതിനെതിരായി സംസാരിക്കുന്നത് ഈ ലോകത്തിലോ വരുവാനുള്ള ലോകത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല. കാരണം അത് ദൈവത്തിന്റെ പ്രവൃത്തിയെ ഒരു അശുദ്ധാത്മാവ് എന്ന് വിളിക്കുന്നതാണ്. ഇന്നു രാത്രിയിൽ ദൈവം നമ്മോട് ദയാലുവായിരുന്ന ദൈവം തന്നെ ഇറങ്ങി വന്ന ഈ വചനത്തെ നിങ്ങളുടെ മുന്നിൽ തീർച്ചപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹോദര സഹോദരി, ഇതെന്റെ പ്രാണനാണ്. എനിക്ക് ദൈവത്തെ സന്ധിക്കേണ്ടതുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നതെല്ലാം ഞാൻ ഉത്തരവാദിയാണ്. അതിന് ദൈവം എന്നെ ഉത്തരവാദിയായി പിടിക്കാൻ പോകുന്നു. ഇത് ശരിയാണ്. ഞാൻ എന്റെ പ്രാണനെ കുറ്റം വിധിപ്പിച്ച് നരകത്തിലേക്കിടും എന്നറിഞ്ഞിട്ടും ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഇത് പറഞ്ഞാൽ അതെനിക്ക് എന്ത് പ്രയോജനം ചെയ്യും? ഒരുവന് തന്റെ വഴി ചൊവ്വം തോന്നുന്നു, എന്നാൽ അതിന്റെ അവസാനമോ മരണമത്രേ. ദൈവത്തിനൊരു വ്യാഖ്യാതാവിന്റെയും ആവശ്യമില്ല. ഞാൻ പറഞ്ഞതുപോലെ അവൻ തന്റെ സ്വന്തം വ്യാഖ്യാതാവാകുന്നു. അബ്രഹാമിന് സന്തതി ശത്രുവിന്റെ പട്ടണങ്ങളെ കൈവശമാക്കും. നിങ്ങൾ വിശ്വസിക്കുന്നു? എനിക്ക് നിങ്ങളെ സുഖമാക്കാൻ കഴിയുമെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു. ക്രിസ്തു നിങ്ങളെ മുന്നമേ തന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ താക്കോലുണ്ട് എന്നുള്ള ഏക കാര്യമേ ഉള്ളൂ. ആ താക്കോൽ അതിന്മേൽ പിടുത്തമിടാനുള്ള വിശ്വാസമാകുന്നു. ഇന്ന് രാത്രിയിൽ അത് തുറക്കുക. നിങ്ങൾ ചെയ്യില്ലേ? അവൻ നമ്മുടെ മധ്യ എത്തുമ്പോൾ ഓരോ രോഗത്തെയും ജയിച്ചിറക്കിയ ആ ശക്തനായ ജയശാലി ഇവിടെ കടന്നു വന്ന് അവനത് ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങളെ കാണിക്കും. കാരണം അവൻ ഇന്നും വചനമാകുന്നു. മാത്രമല്ല, വചനം ഹൃദയത്തിന്റെ വിചാരങ്ങളെ വിവേചിക്കുന്ന ഒന്നാകുന്നു. ഏത് പ്രാർത്ഥനാ കാർഡാണ്? B1 മുതൽ. കഴിഞ്ഞ രാത്രിയിൽ നാം എവിടെ നിന്നാണ് തുടങ്ങിയത്? നമുക്കത് 50 തുടങ്ങാം. പ്രാർത്ഥനാ കാർഡ് 50 ആരുടെ പക്കലാണ്? നിങ്ങളുടെ കൈ ഉയർത്തിയാലും. പ്രാർത്ഥനാ കാർഡ് B. കഴിഞ്ഞ രാത്രിയിൽ നാം 1 മുതൽ തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഇന്ന് രാത്രിയിൽ നാം 50 മുതൽ തുടങ്ങാൻ പോകുന്നു. B 50 ആരുടെ പക്കലാണ്? നിങ്ങളുടെ പ്രാർത്ഥനാ കാർഡ് ഉയർത്തിപ്പിടിക്കൂ.
പ്രാർത്ഥനാ കാർഡ് B50 അതിവിടെ ഇല്ലെന്ന് പറയാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ അതുണ്ടോ? ശരി. B50, B51 അതാരുടെ പക്കലാണ്? B51 ശരി. B52, B52 ആരുടെ കയ്യിലാണ്? ശരി, നിങ്ങളുടെ കയ്യിൽ അതുണ്ട്. B53, 54 നേരെ ഇവിടേക്ക് വരൂ. 54, 55 ഞാനിവിടെ വരുന്ന തൊട്ട് മുമ്പായി എന്റെ മകൻ ഇവിടേക്ക് വന്ന് ഒരു കൂട്ടം കാർഡുകളെ കൂട്ടിക്കുഴയ്ക്കുന്നു. അവ എങ്ങനെയാണെന്ന് നോക്കൂ. ഒന്നിവിടെയും ഒന്നവിടെയുമല്ലേ? അവർക്കറിയാനാകില്ല. ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ നിരകളോട് വരുമ്പോൾ ഇവിടെ ഒരാളിന് 1, അടുത്തയാളിന് 10, മറ്റേയാളിന് 25 കിട്ടുന്നു. അതെവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. എന്നാൽ അവർ എവിടെയായിരുന്നാലും ശരി. ഇപ്പോൾ എത്ര പേരാണ് വിളിച്ചത്? 5, 4. B50 ആയിരുന്നു. അതങ്ങനെയല്ലേ? B50 മുതൽ 55 വരെ. 56, 57, 58, 59, 60. ഇപ്പോൾ നമുക്ക് നോക്കാം. 1, 2 ബില്ലി അവരെണ്ണി നോക്കൂ. പിന്നെ നാം 60, 70. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അവരെ ആദ്യം ഇവിടെ നിർത്തൂ. B50 മുതൽ 70, 75 വരെ. ഞാൻ ശ്രോതാക്കളുമായി സംസാരിക്കുമ്പോൾ റോയ് താങ്കൾ കഴിയുമെങ്കിൽ അവരെണ്ണി നോക്കൂ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരിൽ പ്രാർത്ഥനാ കാർഡില്ലാതിരിക്കുന്നു എത്ര പേരുണ്ട്? ഇവിടേക്ക് നോക്കാമോ? ഓർത്തിരിക്കൂ, യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യും. അത് ശരിയല്ലേ? അത് ശരിയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നു? അബ്രഹാമിന്റെ സന്തതി അപ്രകാരം പറയുന്നു. ബൈബിൾ അതങ്ങനെ പറയുന്നു. അവൻ മഹാപുരോഹിതനാണ്. എബ്രായർ 4-ാം അധ്യായം. അവൻ മഹാപുരോഹിതനായി നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്നവനാകുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നു? അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യാണ് എങ്കിൽ അവനത് ചെയ്യാനാവുന്ന എങ്ങനെ? ബൈബിളിൽ ഒരു ചെറിയ മഹിള, ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ബൈബിളിൽ ഒരു മഹിളയുണ്ട്. ഒരുപക്ഷെ അവൾക്കൊരു പ്രാർത്ഥനാക്കാരുണ്ടായിരുന്നു എന്ന് വരില്ല. എന്നാൽ അവൾ അവളുടെ ഹൃദയത്തിൽ പറഞ്ഞു, എനിക്ക് ആ മനുഷ്യനെ തൊടാനായാൽ ഞാൻ അവനെ വിശ്വസിക്കുന്നു. വൈദ്യന്മാർ പറഞ്ഞതനുസരിച്ച് അവൾ തനിക്കുള്ളതെല്ലാം ചെലവഴിച്ചിരുന്നു. അവൾക്ക് അവളെ സഹായിക്കാനായിരുന്നില്ല. അവളുടെ കേസ് അത്രയേറെ ഭയങ്കരമായിരുന്നു. അവർക്ക് അവളെ സഹായിക്കാനായിരുന്നില്ല. എന്നാൽ അവളെ ദൈവം സഹായിക്കുമെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. അവന്റെ വസ്ത്രാങ്കരത്തിൽ അവൾ തൊട്ടു. അവൻ ചോദിച്ചു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഞാൻ അറിയുന്നു. അത് ശരിയല്ലേ? അവനെന്നും മാറ്റമില്ലാത്തവനെ നിങ്ങൾ വിശ്വസിക്കുന്നു? അവൻ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കുന്നു എത്ര പേരുണ്ട്? അവൻ മരിച്ചവെന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് നിങ്ങൾക്ക് എങ്ങനെ തെളിയിക്കാനാകും? വളരെ നാളുകളാകില്ല, ഒരു പ്രശസ്തനായ ബാപ്റ്റിസ്റ്റുകാരൻ എന്റെ അടുക്കൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ബ്രഹ്മ അത് പറഞ്ഞ ഒരു മുഹമ്മദിയനാൽ ഒരു നാൾ ഞാൻ തോൽവിയടഞ്ഞു, തോറ്റുപോയി. അവൻ പറഞ്ഞു, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ അവൻ അതേ കാര്യം തന്നെ ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവനത് ചെയ്യുന്നു, ഞങ്ങൾ കാണട്ടെ. നോക്കൂ, അവനത് ചെയ്യില്ലെന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ അവൻ ചെയ്യുന്നു എന്ന് നാം വിശ്വസിക്കുന്നു. അവൻ മരിച്ചവനെന്നും ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. ക്രിസ്തീയതയല്ലാതെ ലോകത്തുള്ള മറ്റൊരു മതത്തിനും അവരുടെ സ്ഥാപകൻ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കാൻ കഴിയില്ല. ദൈവത്തിന് തീർച്ചപ്പെടുത്താനായി ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് വിശ്വസിക്കുന്നവരുടെ നടപ്പിൽ വരുത്തുക എന്നതാണ്. കാരണം അതാണ് ഏക വഴി. അത് വിശ്വസിക്കുന്നവരുടെ മാത്രമേ ദൈവം തന്റെ വചനത്തെ പ്രാവർത്തികമാക്കുകയുള്ളൂ. ഇപ്പോൾ അവരുടെ പ്രാർത്ഥനാ നിലയെ നിലയിലാക്കിക്കൊണ്ടിരിക്കുന്നു. എത്ര പേരെ നമുക്ക് എടുക്കാനാകുമെന്ന് എനിക്കറിയില്ല. നിങ്ങളെ ഓരോരുത്തരെയും എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സ്ഥാനത്തായിക്കൊള്ളുക. നിങ്ങളുടെ ഇരിപ്പിടത്തിൽ തന്നെ ഇരിക്കുക. ചുറ്റും നടക്കരുത്. നേരെ ഇവിടെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചു പറയൂ, കർത്താവായ യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു. അവൻ എന്നോട് പറഞ്ഞത് നിങ്ങൾ ഓർത്തിരിക്കുക, നിനക്ക് ജനങ്ങളെ കൊണ്ട് നിന്നെ വിശ്വസിപ്പിക്കാനായിട്ട് നീ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ അത് ഈ ദേശത്തെമ്പാടും അങ്ങോട്ടും ഇങ്ങോട്ടും 15 വർഷമായിട്ടായിരിക്കുന്നു. അതൊരു പ്രാവശ്യം പോലും തോൽവി അടഞ്ഞിട്ടില്ല. അതിന് തോൽവി അടയാനാകില്ല. ദൈവത്തിന് ഒരു കാര്യം ചെയ്യാനാകില്ല. അത് തോൽവിയാണ്. അവന് തന്റെ വചനത്തെ കാക്കേണ്ടതുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. ഞാനിവിടെ നിൽക്കുന്നു എന്നതിനുപരിയായി ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ ഈ കെട്ടിടത്തിലാകുന്നു എന്നതിലും കൂടുതലായി ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു വ്യാമോഹമായിരിക്കാം, ഇതൊരു സ്വപ്നമായിരിക്കാം. എന്റെ പ്രാണനിൽ ദൈവപുത്രനായ യേശുക്രിസ്തു ജീവിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ അബ്രഹാമിന്റെ ഒരു സന്തതിയായി, നിങ്ങൾ ക്രിസ്തുവിൽ മരിച്ചിരിക്കെ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാകുന്നു. ഇപ്പോൾ അവർ കുറച്ച് തൂവാലകൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് ഇതിനാൽ മഹത്തായ സഫലതകൾ ലഭിച്ചിട്ടുണ്ട്. ഇവയ്ക്ക് പ്രാർത്ഥിക്കാനായി അവർ ഇത് തയ്യാറാക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. സ്വർഗീയ പിതാവേ, നീ ഞങ്ങളെ ബൈബിളിൽ നിന്നും പഠിപ്പിച്ച് പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കും സത്യമാണെന്ന് വിശ്വസിക്കുന്ന ജനങ്ങളാണ് ഇവിടെ ആയിരിക്കുന്നത്. കർത്താവെ, ചില നേരങ്ങളിൽ അവർ പരിഭ്രമിച്ചു പോയിട്ട് താക്കോൽ ദ്വാരത്തിലേക്ക് കയറ്റാൻ നോക്കുമ്പോൾ അത് കാണാനാകാതെ ചുരണ്ടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അത് അവിടെ തന്നെ ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. അത് അവിടെ തന്നെ ഉള്ളതിനാൽ അവർ അത് കണ്ടുപിടിക്കാനിടയായി
അവരെ തുടർന്നും അതിലേക്ക് തന്നെ തിരികെ കയറ്റാൻ സഹായിക്കണമേ. ആ താക്കോൽ ശരിയായ താക്കോലായി നീ എന്നിൽ വിശ്വസിക്കുമെങ്കിൽ സകലതും സാധ്യമാണ്. ആ പാട്ടിപ്പോൾ വായിക്കുകയോ അതോ പാടിയതോ പോലെ ആകുന്നു. ബൈബിളിൽ അതങ്ങനെ പറയുന്നു. പൗലോസിന്റെ മേയ്മേൽ നിന്നും റുമാലുകളും മുത്തരീയങ്ങളും എടുത്തുകൊണ്ടുപോയി അവയെ രോഗികളുടെയും പീഡിതരുടെയും മേലിട്ടപ്പോൾ അശുദ്ധാത്മാക്കൾ ജനങ്ങളെ വിട്ടുപോകുകയും അവർ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. ഇപ്പോൾ കർത്താവെ, വിശുദ്ധ പൗലോസ് നിന്നോടൊപ്പമായിരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അത് അവനായിരുന്നില്ല കർത്താവെ, അത് നീയായിരുന്നു. അവനിൽ ക്രിസ്തുവായിരുന്നു. അവൻ പറഞ്ഞു, ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവത്രേ. ഇപ്പോൾ ഈ തലമുറയിൽ ഇന്നലെ ആയിരുന്നതുപോലെ തന്നെ നീ ഇന്നും ക്രിസ്തുവാകുന്നു. ഞാൻ ഈ തൂവാലകളുമേൽ അവയിൽ തൊട്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നീ ഓരോ ശത്രുവിനെയും പരാജയപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശത്രു പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കാനുള്ള വിശ്വാസം അവർക്ക് നൽകണമേ. അല്പനേരം മുമ്പ് ഞങ്ങൾ പറഞ്ഞതുപോലെ ഒരിക്കൽ ചെങ്കടൽ ഇസ്രായേലിനെ വാഗ്ദത്തം വേർപെടുത്തി വെച്ചിരുന്നു. അവർ അവരുടെ കർത്തവ്യത്തിന്റെ പാതയിലായിരുന്നു. ഒരെഴുത്തുകാരൻ പറഞ്ഞു തന്നാൽ ദൈവം തന്റെ കോപമുള്ള കണ്ണുകളാൽ അഗ്നിസ്തംഭത്തിലൂടെ താഴേക്ക് നോക്കിയപ്പോൾ സമുദ്രം പേടിച്ചിട്ട് അതിന്റെ പടിവാതിലുകളെ തുറന്നു. അവർ മറുകരയിലേക്ക് കടന്നുപോയി. ഇന്നു രാത്രിയിൽ യേശു ക്രിസ്തു രക്തത്തിലൂടെ താഴേക്ക് നോക്കിയാൽ, ഇന്നു രാത്രിയിൽ ഞങ്ങൾ ഈ വിശ്വാസത്തിന്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് രോഗിയുടെ മേൽ ഈ തൂവാലകളിടുമ്പോൾ ഞങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രാർത്ഥന ശത്രു കാണാനിടയായിട്ട് ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കാനിടയാകട്ടെ. ആമേൻ. ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ ഏകാഗ്രമായ ശ്രദ്ധ ആവശ്യമായിരിക്കുന്നു. ഇവിടെ ഉച്ചഭാഷണി സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ആരായാലും ഒരുപക്ഷെ നിങ്ങളായിരിക്കാം അത് ചെയ്തിരിക്കുന്നത്. കാരണം പരിശുദ്ധാത്മാവാണ് ഇത് ചെയ്തിരിക്കുന്നെങ്കിൽ അവനത് ചെയ്യും എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഇവിടെ ആരെങ്കിലും വന്ന് അവർക്ക് രോഗികളെ സൗഖ്യമാക്കാനുള്ള ശക്തിയുണ്ടെന്ന് പറയുന്നെങ്കിൽ നിങ്ങളത് വിശ്വസിക്കരുത്. സകല ശക്തിയും ക്രിസ്തുവിലാകുന്നു. നിങ്ങളോ ഞാനോ അല്ല, അവനാണ് ജയം പ്രാപിച്ചിരിക്കുന്ന ജയശാലി. അവൻ ചെയ്തിരിക്കുന്നതിനെ നാം സ്വീകരിക്കുന്നു. രക്ഷിക്കാനോ സൗഖ്യമാക്കാനുള്ള ശക്തി ആർക്കുമില്ല. ലോകത്തിലുള്ള സകല മനുഷ്യർക്കായും വില ആദ്യം തന്നെ ഒടുക്കിയിരിക്കുന്നു. വേണ്ടതെല്ലാം കൊടുത്തീർത്തിരിക്കുന്നു. അതെങ്ങനെയായിരുന്നു? അവൻ നമ്മുടെ അതിക്രമങ്ങൾക്കായി മുറിവേറ്റു. അവന്റെ അടിപ്പിണനാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങളുടെ രോഗസൗഖ്യത്തിന്റെ വില ഒടുക്കിയിരിക്കുന്നു. നിങ്ങൾ രക്ഷയുടെ വില ഒടുക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് കടന്നു വന്നത് സ്വീകരിക്കാനുള്ള വിശ്വാസമുണ്ടോ? അത് മാത്രം മതി. നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയെങ്കിൽ നിങ്ങൾക്കുണ്ടാകും. ദൈവം അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അതവിടെ ഉണ്ടെന്ന് പറയുന്ന എന്തോ ചിലത് നിങ്ങളുണ്ട്. അതാണ്. ഇപ്പോൾ ഒരു ദാനമെന്നാൽ എന്താണ്? ഒരു ദാനമെന്നാൽ പുറപ്പെട്ടു പോയി രോഗികളെ സൗഖ്യമാക്കാനുള്ളതാണോ? അല്ല. ഒരു ദാനമെന്നാൽ നിങ്ങളെ ദൈവത്തിന് ഉപയോഗിക്കാൻ തക്കവണ്ണം നിങ്ങളെ ആ വഴിയിൽ നിന്നും നിങ്ങൾ തന്നെ മാറ്റിക്കൊടുക്കുക എന്നതാണ്. ഇപ്പോൾ അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. യേശുക്രിസ്തു പറഞ്ഞ പ്രകാരം അവസാന അടയാളം സൊദോമിന്റെ നാൾക്കളിലായിരുന്നതുപോലെ തന്നെ അതിനെ കത്തിയെരിയിക്കുന്നതിന് തൊട്ട് മുമ്പ് ലോത്തിനാൽ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത് പോലെയോ അങ്ങനെയുള്ളതും മറ്റുമുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പല്ല. അതല്ല. എന്നാൽ അത് കത്തിയെരിയിക്കുന്നതിന് തൊട്ട് മുമ്പ് ദൈവം ഒരു മനുഷ്യരൂപത്തിലായി ഇറങ്ങി വന്നു. വാഗ്ദത്തമുണ്ടായിരുന്ന അബ്രഹാമിന്റെയും അവന്റെ കൂട്ടരോടൊപ്പവും തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടരോടൊപ്പം ഇരുന്നു. ഇപ്പോൾ അബ്രഹാമിന് സന്തതി മാത്രമേ ഇത് സ്വീകരിക്കൂ എന്നോർത്തിരിക്കുക. കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല. യേശു പറഞ്ഞിരിക്കുന്നു, നിങ്ങളോ എന്നെ കാണും, ഞാൻ നിങ്ങളോട് കൂടെയും നിങ്ങളിലും ലോകാവസാനത്തോളം ഉണ്ടാകും. അവൻ തിരികെ വരുന്നതിന് തൊട്ടു മുമ്പായി സൊദോമിനുണ്ടായിരുന്നത് പോലെ എന്നവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നോക്കൂ, സൊദോമിന് കിട്ടുന്ന എന്താണ്? തിരഞ്ഞെടുക്കപ്പെട്ട സഭയ്ക്ക് എന്ത് കിട്ടുന്നു എന്ന് നോക്കുവിൻ. പറഞ്ഞു, മനുഷ്യപുത്രന്റെ വരവെങ്കിലും അവണ്ണം തന്നെയാകും. ദൈവം ഒരു മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷമായി അവൻ തന്റെ പിൻവശം കൂടാരത്തോട് തിരിച്ചു വെച്ചുകൊണ്ട് സാറാ കൂടാരത്തിനകത്തിരുന്ന് എന്തു ചെയ്തെന്ന് പറഞ്ഞു. അത് സത്യമാണെന്നറിയുന്ന എല്ലാവരും നിങ്ങളുടെ കൈവർത്തിയാലും അത് കൃത്യമാകുന്നു. ഇപ്പോൾ അവനത് വാഗ്ദം ചെയ്തിരിക്കുന്നു. നാം അന്ത്യകാലത്താകുന്നു. അതാണ് അവസാനമായി സംഭവിച്ച കാര്യമെന്ന് ഇപ്പോൾ ഓർത്തിരിക്കുക. പിന്നെ സ്വതം ജാതീയ ലോകം കത്തിയമരുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ വാഗ്ദത്ത പുത്രൻ കാഴ്ചയിൽ വരുന്നത് കാണുന്നു. നാം ദൈവപുത്രനെ ഒരു വാഗ്ദത്ത പുത്രനായി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് നാം. ദൈവം നിങ്ങളുടെ കണ്ണുകളെ തുറക്കാനിടയാകട്ടെ. എനിക്ക് മറ്റൊന്നും പറയാനറിയില്ല. അവൻ നിങ്ങളുടെ കണ്ണുകളെ തുറക്കട്ടെ. ഇപ്പോൾ സ്വർഗീയ പിതാവേ, ഞാൻ നിസ്സഹായകനെ പോലെയാണ്. ഞാനിവിടെ നീ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത മെനഞ്ഞ ഒരൽപ്പം കളിമണ്ണാകുന്നു. ഓ ദൈവമേ, ഇന്ന് രാത്രിയിൽ നിന്റെ സാന്നിധ്യവും കൃപയും എനിക്കുണ്ടാകട്ടെ. നീ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഒരു കളിമണ്ണിന്റെ കൂനയുടെ ഈ ചെറിയ മൺകൂനയെ
നീ ഉപയോഗിക്കണമേ. അതിനാൽ കർത്താവെ, അത് ഇതുവരെ സ്വീകരിക്കാതിരിക്കുന്ന നിത്യജീവൻ വിളിക്കപ്പെട്ടിരിക്കുന്നവർ ഈ വാഗ്ദത്തങ്ങളെ കാണാനിടയാകട്ടെ. അത് മറ്റൊരു ദിവസത്തേക്കുള്ളതായിരുന്നു എന്നവരെ പഠിപ്പിച്ചിരിക്കാനിടയുണ്ട്. എന്നാൽ ഇവിടെ അത് ബൈബിളിലായിരിക്കുന്നു. കർത്താവെ, അത് തീർച്ചയാക്കിയാലും അത് നിന്റെ സ്വന്തം വ്യാഖ്യാനമാകുന്നു. അതിലധികമായി ഒന്നും ആവശ്യമില്ല. നീ അതങ്ങനെ തന്നെ ചെയ്യുമെങ്കിൽ അവർ വചനം സത്യമാണെന്നറിയും. ഇതനുവദിക്കണം പിതാവേ. ഞങ്ങളെ തന്നെ നിനക്ക് സമർപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തിയും അവരുടെ വിശ്വാസത്തെ ഉപയോഗിക്കാനിടയാകട്ടെ. അബ്രഹാമിന്റെ കുലത്തിലുള്ള ഓരോ അംഗവും ഇന്ന് രാത്രിയിൽ യേശു ക്രിസ്തുവിലൂടെ വിശ്വാസമുണ്ടായിട്ട് നിന്റെ സാന്നിധ്യത്തെ അംഗീകരിക്കാനിടയാകട്ടെ. ഞങ്ങൾ നിനക്ക് പുകഴ്ച തരുന്നു. ആമേൻ. ഇപ്പോൾ ഇത് പതിവില്ലാത്തതാകുന്നു. നിങ്ങൾ എന്നെ സഹായിക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കായി പ്രാർത്ഥിക്കുക. വളരെ ശാന്തരായിരിക്കുക. ചുറ്റും നടക്കരുത്. ശാന്തരാണെന്ന് പ്രാർത്ഥിക്കൂ. ഇപ്പോൾ നോക്കൂ, ഇത് സുവിശേഷ ഘോഷണം മാറ്റിയിട്ട് സ്വയം നിങ്ങളെ വിശ്രമിപ്പിച്ചാൽ പരിശുദ്ധാത്മാവിന് നിങ്ങളെ പൂർണ്ണമായും മറ്റൊരു ദൈവിക അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ ചെറുപ്പക്കാർ മകളെ, ഇവിടേക്ക് അല്പം അടുത്ത് വന്നാലും അല്പം കൂടെ അത് മതി. അതിനാൽ ഞാൻ ഈ മൈക്കിൽ ദൂരം പോകുകയില്ല. നോക്കൂ, എന്ത് സംഭവിക്കുന്നു എന്ന് എനിക്കറിയില്ല. നിങ്ങൾ നോക്കൂ. പിന്നെ ചില നേരങ്ങളിൽ നിങ്ങൾക്കറിയാം. ഇപ്പോൾ അതെനിക്കറിയാനാകുന്ന ഒരേ ഒരു വഴി എന്നത് അത് മൈക്കിലായിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, അവരവിടെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. ഇപ്പോൾ നാം ഒരാൾ മറ്റേയാളിന് അപരിചിതരാണ്. എനിക്ക് നിങ്ങൾ അറിയില്ല. എന്റെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളെ കണ്ടിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് എന്നേക്കാൾ നന്നേ പ്രായം കുറവാണ്. ഒരുപക്ഷെ നാം ജനിച്ചിരിക്കുന്നത് വളരെ വർഷങ്ങളുടെ വ്യത്യാസത്തിലായിരിക്കാം. ഇത് നാം ആദ്യത്തെ കണ്ടുമുട്ടലാണ്. അത് ശരിയാണോ? അത് ശരിയാണെങ്കിൽ ശ്രോതാക്കൾ കാണാനായി നിങ്ങൾ നിങ്ങളുടെ കൈ ഉയർത്തിയാലും. ഇപ്പോൾ ഇവൾ ഒരു സ്ത്രീ ഇവിടെ നിൽക്കുന്നു. അത്ര തന്നെ. നോക്കൂ, അതിനെ തിരുവഴുത്തിലേക്ക് തിരികെ കൊണ്ടുപോകാം. നമുക്ക് വിശുദ്ധ യോഹന്നാൻ 4 എടുക്കാം. വീട്ടിലേക്ക് പോയി നിങ്ങൾ ഓരോരുത്തരും അത് വായിക്കണം. അല്ല, ഇത് ആ തരത്തിലുള്ള ഒരു സ്ത്രീയോ? എനിക്കറിയില്ല. ഞാൻ യേശുക്രിസ്തുവല്ലെന്നും നിങ്ങൾക്കറിയാം. എന്നാൽ അവൻ ഇവിടെയുണ്ട്. ഇതവനാണ്. ഇപ്പോൾ അവന്റെ ആത്മാവ് നമ്മെ അഭിഷേകം ചെയ്താൽ അവനവിടെ കിണറ്റിൻകരയിലുണ്ടായിരുന്ന സ്ത്രീയോട് പറഞ്ഞതുപോലെ ഇവളുടെ വിഷമതയും വെളിപ്പെടുത്തും. അതേ കാര്യം തന്നെ. മാത്രമല്ല, ആയതിനാൽ അവിടെ ആ ദിവസത്തിലുണ്ടായിരുന്ന പുരോഹിതന്മാരും നായകന്മാരും പറഞ്ഞു, ഈ മനുഷ്യൻ ഒരു ഭാവി പറച്ചിലുകാരനോ അതോ ഒരു ഭൂതമോ ബേൽസബൂബോ ആകുന്നു. ഈ സ്ത്രീ പറഞ്ഞു, യജമാനനെ, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. മാശിക വരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അത് അവന്റെ അടയാളവുമായിരിക്കും. ഇപ്പോൾ സത്യമാണെന്ന് എത്ര പേർക്കറിയാം? അതെ, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യാണെങ്കിൽ അവൻ ഇന്നും അതേ അടയാളം തന്നെ ചെയ്യില്ലേ? അത് അവസാനം തൊട്ട് മുമ്പായിരിക്കും എന്നവൻ വാഗ്ദാനം ചെയ്തിട്ടില്ലേ? ഇപ്പോൾ അവൻ അബ്രഹാമിന് സന്തതിയോട് തന്റെ വാഗ്ദാനത്തെ പാലിക്കില്ലേ? നോക്കുവിൻ. അത് തെറ്റാണെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കടന്നു വന്ന് അതേ കാര്യം ചെയ്യാവുന്നതാണ്. അതിന് കഴിയില്ലെങ്കിൽ പിന്നെ അതിനെപ്പറ്റി ഒന്നും തന്നെ പറയരുത്. നിങ്ങൾക്ക് പ്രത്യേക അവകാശമുണ്ട്. ഇപ്പോൾ ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി ഓരോ ആത്മാവിനെയും എന്റെ അധീനതയും കീഴിലെടുക്കുന്നു. ചെറുപ്പക്കാരി മകളെ, ഒരു നിമിഷം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. നമ്മുടെ കർത്താവ് കിണറ്റിങ്കലുണ്ടായിരുന്ന ആ സ്ത്രീയോട് സംസാരിച്ച് നിങ്ങൾക്കറിയാം. അവൻ പറഞ്ഞു, എനിക്ക് കുടിപ്പാൻ തരിക. അവൻ ചെയ്തതെന്താണ്? ഇപ്പോൾ ശ്രദ്ധിക്കൂ. വിശുദ്ധ യോഹന്നാൻ 5 അവൻ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പുത്രൻ, ശരീരം, അതവനായിരുന്നു. എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിതാവ് ചെയ്ത് കാണുന്നത് മാത്രമാണ് അവൻ ചെയ്യുന്നത്. പിതാവ് ചെയ്യുന്നത് അവൻ പുത്രനെ കാണിക്കുന്നു. നോക്കൂ, എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഞാൻ പിതാവ് ചെയ്ത് കാണുന്നത് ചെയ്യുന്നു. മാത്രമല്ല, ദൈവം ആദ്യം യേശുവിനെ ഒരു ദർശനത്താൽ കാണിച്ചു കൊടുക്കാതെ അവൻ ഒരിക്കലും ഒരു അത്ഭുതാശ്ചര്യം ചെയ്തിരുന്നില്ല. അവനോട് അവന്റെ ചെവിയിൽ പറയുമെന്നല്ല, അവന് കാണിച്ചു കൊടുക്കും. ഞാൻ കാണുന്നത് കേൾക്കുന്നതല്ല, പിതാവ് ചെയ്ത് കാണുന്നത്. മോശയെ പറഞ്ഞിരുന്നത് പോലെ അതാണ് അവനെ ഒരു പ്രവാചകനാക്കുന്നത്. ഇപ്പോൾ അവൻ അറിഞ്ഞിരുന്നു പിതാവ് അവനായിരുന്നിട്ട് അവൻ യെരിഹോവിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ അവന് ശമരിയ വഴിയായി പോകണമായിരുന്നു. അങ്ങനെ അവൻ സിഖാർ എന്ന ഒരു പട്ടണത്തോളം വന്നു. കൂടാതെ ഇപ്പോൾ നോക്കൂ, ശമരിയർ ഒരു മശിയാക്കായി നോക്കിക്കൊണ്ടിരുന്നു. യഹൂദർ അതിനായി നോക്കിക്കൊണ്ടിരിക്കുകയും അവർക്ക് അവന്റെ അടയാളത്തെ കാണിക്കുകയും ചെയ്തു. ഫിലിപ്പോസ്, നഥനയേൽ, പത്രോസ് ആ അടയാളം കാണിച്ചുകൊണ്ട് തന്നെ അവർ പറഞ്ഞു, നീ ദൈവപുത്രനാകുന്നു. റബ്ബി പറഞ്ഞു, ഈ മനുഷ്യൻ ബേൽസബൂബാണ്. എന്നാൽ ഇപ്പോൾ നോക്കൂ, ജാതികൾ, നമ്മൾ ആംഗ്ലോ സിക്സനായി നമ്മൾ ഒരു മശിയാക്കായി നോക്കിയിരുന്നില്ല. നമ്മൾ വിഗ്രഹാരാധികളായിരുന്നു. റോമാക്കാരും മറ്റുമായിരുന്നിട്ട് നാം ഒരു മശിയാക്കി വേണ്ടി നോക്കിയിരുന്നില്ല. അവന് വേണ്ടി നോക്കുന്നവരുടെ അടുക്കിലേക്കേ അവൻ വരുന്നുള്ളൂ.
എന്നാൽ ശമര്യർ അവനായി നോക്കിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ശമര്യയുടെ മേൽവശത്തുകൂടെ അവൻ അടുക്കൽ പോകേണ്ടി വന്നു. അവൻ കിണറ്റിൻകരയിൽ ഇരിക്കുകയായിരുന്നു. ഒരു ചെറുപ്പക്കാരിയായ മകള, ഒരുപക്ഷെ നിങ്ങളുടെ പ്രായം വരും, പുറപ്പെട്ടു വന്നു. അവളൊരു സ്വഭാവ ദൂഷ്യമുള്ള സ്ത്രീയായിരുന്നു. നിങ്ങൾ ആ കഥ വായിച്ചിരിക്കും എന്ന് ഞാൻ നിരൂപിക്കുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് കുടിപ്പാൻ തരിക. അവൾ പറഞ്ഞു, ഓ, ഒരു യഹൂദനായ നീ ശമരിയാക്കാരോട് ഇങ്ങനെ ചോദിക്കുന്നത് ഇത് കീഴ്വഴക്കമല്ല. അവൻ പറഞ്ഞു, ആരോടാണ് നീ സംസാരിക്കുന്നതെന്ന് അറിഞ്ഞിരുന്നു എങ്കിൽ നീ എന്നോട് കുടിപ്പാൻ ചോദിക്കുമായിരുന്നു. സംവാദം തുടർന്നുപോയി. അവസാനം അവളുടെ പ്രശ്നം എന്തായിരുന്നു എന്ന് അവൻ കണ്ടുപിടിച്ചു. അതെന്തായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അവൾക്ക് വളരെയേറെ ഭർത്താക്കന്മാരുണ്ടായിരുന്നു. പറഞ്ഞു, പോയി നിന്റെ ഭർത്താവിനെ കൂട്ടി ഇവിടെ വരിക. അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാ. പറഞ്ഞു, നിനക്ക് 5 പേരുണ്ടായിരുന്നു. ഇപ്പോൾ നീ ആരോടൊപ്പം ജീവിക്കുന്നുവോ അവൻ നിന്റേതല്ല. അവൾ പറഞ്ഞു, യജമാനനെ, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. മശിഹ വരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അവൻ ഈ കാര്യങ്ങൾ ഞങ്ങളോട് പറയും. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ തന്നെ അവൻ. അവൾ തന്റെ കുട ഉപേക്ഷിച്ചിട്ട് പട്ടണത്തിലേക്ക് ഓടിപ്പോയി പറഞ്ഞു, വരൂ, ഞാൻ ചെയ്തൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുമെൻ. ഇതായിരിക്കില്ല ആ മശിഹ. 400 വർഷത്തോളം അവർക്കൊരു പ്രവാചകൻ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇതാ മശിഹ എന്ന് അവകാശപ്പെടുന്ന ഒരു മനുഷ്യൻ, ഒരു പ്രവാചകനും തെളിയിച്ചവൻ, മശിഹയുടെ അടയാളങ്ങളും കാണിച്ചിരിക്കുന്നു. അവൻ അതേ കാര്യം തന്നെ ചെയ്താൽ നിങ്ങളെയും അതേ കാര്യം തന്നെ വിശ്വസിപ്പിക്കുമോ? അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിരിക്കെ ഈ തിരുവെഴുത്തുകളാൽ അവൻ ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടില്ലേ? അത് ശ്രോതാക്കളെ വിശ്വസിപ്പിക്കുമോ? നിങ്ങളുടെ വിർക്കയുടെ വിഷമതയാൽ പ്രയാസപ്പെടുന്നു. അത് ശരിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൈ ഉയർത്തി കാട്ടുക. അത് നേരെ എന്റെ മുഖത്തേക്ക് അതിനെ എപ്പോഴും തിരിച്ചടിക്കുന്നത് കൊണ്ടാണ്. ആരോ പറഞ്ഞു, അദ്ദേഹം അത് നിരൂപിച്ചതാണ്. ഞാനത് നിരൂപിക്കുന്നതല്ല. ഇവിടെ ഇവളൊരു നല്ല സ്ത്രീയാണ്. നിങ്ങളെന്നെ വിശ്വസിക്കുന്നോ? ഞാനിത് ഊഹിച്ചതല്ലെന്ന് ഇപ്പോൾ നിങ്ങൾ അറിയും. ഞാൻ നിങ്ങളോട് മറ്റു ചിലതും കൂടെ പറയട്ടെ. നിങ്ങളുടെ ഭർത്താവും നിങ്ങളോടൊപ്പമുണ്ട്. അദ്ദേഹവും കൂടെ കഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിനില്ലേ ഒരു നട്ടല് സംബന്ധിച്ച വിഷമത? അത് ശരിയാണ്, അദ്ദേഹത്തിന് അതില്ലേ. നിങ്ങളോടൊപ്പം നിങ്ങളൊരു ചെറിയ ബാലനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവനും കൂടെ വിഷമിക്കുന്നു. അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവന്റെ കണ്ണിൽ അവനെന്തോ കുഴപ്പമുണ്ട്. അത് ശരിയാണ്. നിങ്ങളോടൊപ്പം നിങ്ങളൊരു മകളെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളെപ്പോലെ അവൾക്കും വൃക്കകളിൽ കുഴപ്പമുണ്ട്. അത് ശരിയല്ലേ? നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും ഇപ്പോൾ സുഖം പ്രാപിക്കാം. നിങ്ങളത് വിശ്വസിക്കുമോ? ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വഴിയിൽ പോയി സൗഖ്യം പ്രാപിച്ചുകൊള്ളാം. നിങ്ങൾ വിശ്വസിക്കുന്നോ? അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. എന്താണത് അവൻ ചെയ്യാൻ ശ്രമിക്കുന്നത്? എന്താണ്? അബ്രഹാമിന് സന്തതികളായ നിങ്ങൾക്ക് അവൻ മരിച്ചിട്ടില്ല എന്ന് നിങ്ങളെ കാണിക്കുകയാണ്. എനിക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. അവൻ മരിച്ചിട്ടില്ല, അവൻ ജീവിച്ചിരുന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുവിന്റെ പടിവാളുകളെ കൈവശമാക്കാൻ അവകാശമുണ്ടെന്ന് കാണിക്കാൻ ശ്രമിക്കുകയാണ്. അത് അതിനെ ഉറപ്പിക്കുന്നു. ഈ മകള ഈ വഴിയിലൂടെ ഒരു നിമിഷം വന്നാലും നാം ഏകദേശം സമപ്രായക്കാരാണ് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ നാം ഒരാൾക്ക് മറ്റേയാളിന് അപരിചിതരാണ്. എനിക്കിത്രേ അറിയൂ. എനിക്ക് നിങ്ങളെ അറിയില്ല. നാം അപരിചിതരാണ്. എനിക്ക് നിങ്ങളെപ്പറ്റി ഒന്നും അറിയില്ല. നോക്കൂ, അത് ശരിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൈയുയർത്തി കാണിക്കൂ. നോക്കൂ, അവരിലാരോ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ കാർഡ് തന്നു. അങ്ങനെ നിങ്ങൾ ഇവിടെയായിരിക്കുന്നു. ശരി, ഇപ്പോൾ കർത്താവായ യേശു, ഒരുപക്ഷെ ഞാൻ വിശ്വാസത്തിലെ മഹാന്മാരായിട്ടുള്ള ആ മനുഷ്യരുടെയോ ഞാൻ സഹോദരൻ ഓറൽ റോബർട്സിന്റെയോ സ്ഥാനത്തെടുക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചോദിക്കുമായിരുന്നു, മകളെ, നിങ്ങളുടെ കുഴപ്പമെന്താണ്? നിങ്ങൾ പറയും, അതെ, എനിക്ക് ഇന്നതാണ്. ഇപ്പോൾ ഒരുപക്ഷെ അവൻ ശരിയല്ലായിരിക്കാം. കാണുന്നോ? എനിക്കറിയില്ല. കാണുന്നോ? എന്നാൽ അവൻ നിങ്ങളുടെ കുഴപ്പമെന്താണെന്ന് നിങ്ങൾ അവനോട് പറഞ്ഞിരിക്കാം. അവൻ നിങ്ങളുടെ മേൽ കൈകളെ വെച്ചുകൊണ്ട് പറയും, ദൈവം എന്നെ രോഗികൾക്കായി പ്രാർത്ഥിക്കാൻ അയച്ചിരിക്കുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നോ? അതെ, ദൈവത്തിന് മഹത്വം. പോകൂ, ഇത് വിശ്വസിക്കൂ. അത് ശരിയാണ്, അത് ശരിയാണ്. ദൈവം അത് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എന്നാൽ നിങ്ങൾ നോക്കൂ, നാം അതിലും അല്പം കൂടെ മുന്നേറിയിരിക്കുന്ന ഒരു കാലത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു വാഗ്ദത്തം ചെയ്തിരുന്നു, സദോമിന്റെ നാൾക്കളിലായിരുന്നതുപോലെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും. നിങ്ങളുടെ എന്തായിരുന്നു എന്ന് ദൈവം എന്നോട് പറയുമെങ്കിൽ അത് സത്യമോ അല്ലയോ എന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ എന്തായിത്തീരുമെന്നും അവൻ എന്നോട് പറയാനാകും. അത് ശരിയായിരുന്നാൽ ഇതും കൂടെ ശരിയായിരിക്കും. എന്തു തന്നെയായാലും അവൻ എന്നോട് പറഞ്ഞാൽ എനിക്കറിയില്ല. നിങ്ങളുടെ വിഷമത അവനോട് പറയുമെങ്കിൽ എന്നതിൽ ആശ്രയിക്കുന്നു. ശ്രോതാക്കളായ നിങ്ങളും കൂടെ അത് വിശ്വസിക്കുമോ? വാസ്തവമായി ഞാൻ നിർത്തേണ്ടതാണ്. അതൊരു പ്രാവശ്യം അല്പനേരം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ആ വ്യക്തി അത് തീർച്ചപ്പെടുത്തിയിരുന്നു. യേശു അത് ഒരു പ്രാവശ്യം ചെയ്തു. അവൻ ഒരു പ്രാവശ്യം കൂടെ ചെയ്തില്ല. സുഖാർ ദേശത്തുള്ള എല്ലാവരും വിശ്വസിച്ചു. അവൾ ഒരു അപകീർത്തിയുള്ള സ്ത്രീയായിരുന്നു. അവൾ വന്നവരോട് പറഞ്ഞപ്പോൾ അവളുടെ സാക്ഷ്യം വിശ്വസിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച ഒരു ക്രിസ്ത്യാനി പ്രസംഗവേദിയിൽ നിന്നും പുറപ്പെട്ടു പോയി. ആമേൻ. എന്നാൽ നാം അത് ചിന്തിക്കുന്നതിനും മുമ്പല്ലാതിരിക്കാനായി കർത്താവ് ശക്തനായ ജയശാലിയാണെന്ന് അബ്രഹാമൻ സന്തതിക്ക് സ്വയം തെളിയിക്കാനിടയാകട്ടെ.
എന്നാൽ അബ്രഹാമിനെ പോലെ അവൻ അബ്രഹാമിന് വേണ്ടി ഒരു പ്രാവശ്യമാണ് അത് ചെയ്തത്. പിന്നെ അത് നശിപ്പിക്കുകയും അത് വീണ്ടും ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അബ്രഹാം ദൈവത്തെ തുടർന്നും വിശ്വസിച്ചുകൊണ്ടിരുന്നു. നിങ്ങളിവിടെ ആയിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങളിവിടെ ആയിരിക്കുന്നത് മറ്റാർക്കോ വേണ്ടിയിട്ടാണ്. അതൊരു മകളെയാണ്, അത് നിങ്ങളുടെ സഹോദരിയാണ്. ആ മഹിള മരണത്തിന് നിഴലാകുന്നു. അവൾ ഒരു പ്രമേഹ രോഗത്താൽ കഷ്ടപ്പെടുന്നു. അവൾ ഇവിടെ നിന്നുമല്ല, അവളൊരു സ്വദേശി രാജ്യമായ ലൂസിയാനയിൽ നിന്നുമാകുന്നു. അത് ശ്രോതാക്കൾ ഇതറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ മറ്റൊരു കാര്യം, അതിനാൽ ഇത് ശ്രോതാക്കളും കൂടി അറിയാനിടയാകും. ഈ യോഗത്തിൽ പങ്കെടുപ്പിക്കാനുള്ള പദ്ധതി ഇട്ടിരുന്ന വളരെ രോഗിയായിരിക്കുന്ന ഒരു മകൾ കൂടെ നിങ്ങൾക്കുണ്ട്. അവൾക്ക് അപസ്മാരമാണ്. അത് സത്യമാണ്. അതങ്ങനെയല്ലേ? ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നു? നിങ്ങൾ അബ്രഹാമിന് സന്തതിയെങ്കിൽ അത് സ്വീകരിച്ചുകൊണ്ട് പുറപ്പെട്ടു പോയി യേശു ക്രിസ്തു നാമത്തിൽ സുഖം പ്രാപിച്ചുകൊള്ളുക. നിങ്ങൾ വിശ്വസിക്കുന്നോ? തീർച്ചയായും. ഓർക്കൂ, ഇത് അവന്റെ വാഗ്ദാനമാണ്. അവൻ അത് ചെയ്യുമെന്ന് അവൻ പറഞ്ഞിരുന്നു. അവന്റെ വാഗ്ദാനം അവൻ കാക്കുന്നു. താങ്കൾക്ക് എങ്ങനെയുണ്ട്? നാം അന്യോന്യം അപരിചിതരാണ്. എനിക്ക് നിങ്ങളെ അറിയില്ല, എന്നാൽ ദൈവം നിങ്ങളെ അറിയുന്നു. നിങ്ങളുടെ വിഷമത എന്താണെന്ന് ദൈവത്തിന് എന്നോട് വെളിപ്പെടുത്താനാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ അതൊരു അലൗകിക ശക്തിയിൽ നിന്നും വരുന്നതാണെന്ന് നിങ്ങൾക്കറിയാനാകും. ഇപ്പോൾ അതിൽ നിന്നും രണ്ട് കാര്യങ്ങളെ വരികയുള്ളൂ. അത് നിങ്ങൾക്ക് നിരൂപിക്കാനാകുന്നതാണ്. അത് ചെയ്തു കഴിയുമ്പോൾ അത് വിവരിക്കാൻ കഴിയാത്തതാണ്. കാരണം അതൊരു പ്രതിഭാസമാകുന്നു. മാത്രമല്ല, അത് കൂടാതെ അതൊരു വിരോധാഭാസവുമാകുന്നു. എന്തോ ഒന്ന്. അതെ, അത് യുക്തിരഹിതമായിരിക്കും, അപ്പോഴും സത്യമായിരിക്കും. അതൊരു വിരോധാഭാസമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ അതറിയുന്നു. അത് സത്യമോ അല്ലയോ എന്നും അവൻ നിങ്ങളോട് പറഞ്ഞത് സത്യമോ അല്ലയോ എന്ന് നിങ്ങൾ തന്നെ അറിയും. ഇപ്പോൾ ഓർക്കൂ, എനിക്ക് നിങ്ങളെ അറിയില്ല. അത് ഞാനല്ലാതെ മറ്റാരോ ഒരാൾ എന്റെ അടുത്തുണ്ടായിരിക്കുന്നതാണ്. അത് നിങ്ങൾ പരീക്ഷന്മാർ പറഞ്ഞതുപോലെ പറയുമെങ്കിൽ പറയും, ഓ അതൊരു ദുരാത്മാവാണ്, എങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കും. അത് ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾക്ക് അവന്റെ പ്രതിഫലമുണ്ടാകും. നിങ്ങൾക്കത് വിശ്വസിക്കാനാകുന്നതിന്റെ കാരണം എന്താണെന്നാൽ അവനത് ഈ ദിവസത്തേക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. മാത്രമല്ല, അത് അന്ന് തുടങ്ങി ഇന്നുവരെയും സംഭവിച്ചിട്ടുമില്ല. അത് അതിനെ അതിന്റെ അന്ത്യകാലത്താക്കുന്നു. എല്ലായ്പ്പോഴും ആരോ ഒരാൾ എന്റെ മുന്നിൽ തുടർച്ചയായി വരുന്നു. അതൊരു പുരുഷനാണ്, തലനരച്ച മുടിയുള്ളയാൾ. അത് നിങ്ങളുടെ ഭർത്താവാണ്. ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ക്യാൻസർ, മുഴ നിറഞ്ഞ ഒരു ക്യാൻസർ മൂലം മരണത്തിന്റെ നിഴലിൽ നിന്നും അദ്ദേഹം സൗഖ്യം സ്വീകരിക്കാനായി ശ്രമിക്കുന്നു. നിങ്ങളുടെ വൃക്കകൾ തകരാറിലാണ്, മൂത്രാശയത്തിൽ തകരാറുണ്ട്. നിങ്ങൾ ശ്രീമാനും ശ്രീമതി ലിറ്റിലും ആകുന്നു. അത് ശരിയല്ലേ? പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ വിശ്വസിക്കുകയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യുക. നിങ്ങൾ അവന്റെ പേരവിടെ പറഞ്ഞെന്താണ്? എന്താ? തീർച്ചയായും നിന്റെ പേര് ശിമയോൻ, നീ യോനായുടെ മകനെന്നും യേശു പത്രോസിനോട് പറഞ്ഞില്ലേ? ഇവിടെ ഒരു പുരുഷൻ, സർ, നാം അന്യോന്യം അപരിചിതരാണ്, എനിക്ക് നിങ്ങളെ അറിയില്ല. എന്നാൽ നിങ്ങൾ പത്രോസ് കർത്താവായ യേശുവിന്റെ അടുക്കൽ വന്നതുപോലെ ഒരു പുരുഷൻ, നാം ഒരുമിച്ച് വന്നിരിക്കുകയാണ്. എന്നെ അവന്റെ ദാസനായി നിങ്ങൾ വിശ്വസിക്കുന്നു? ഞാൻ നിങ്ങളോട് പറഞ്ഞ സത്യമാണ് നിങ്ങൾ വിശ്വസിക്കുന്നു? നിങ്ങൾക്കത് വിശ്വസിക്കാനായാൽ എനിക്ക് നിങ്ങൾക്കായി എന്തെങ്കിലും ചെയ്യാനായെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു. എന്നാൽ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവനത് മുന്നമേ ചെയ്തിരിക്കുന്നു. അത് നിങ്ങൾ വിശ്വസിക്കേണ്ടതായ എന്തോ ചിലതാണ്. മാത്രമല്ല, നോക്കൂ, ഞാനത് ആയിരിക്കുന്നില്ല. അത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു. എനിക്ക് ചെയ്യാനാകുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് ചെയ്യുമായിരുന്നു. എന്നാൽ അവൻ എനിക്കൊരു ദാനം നൽകിയിരിക്കുന്നു. അപ്പോൾ ഞാൻ സ്വയം അവന്റെ മുന്നിൽ അല്പം ശാന്തമായി കൊടുക്കുമ്പോൾ അവൻ സംസാരിക്കാൻ തുടങ്ങുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നോ? ശ്രോതാക്കളെ, നിങ്ങളത് വിശ്വസിക്കുന്നോ? ഞാനൊരു മനുഷ്യനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളിൽ വളരെയേറെ കുഴപ്പങ്ങളുണ്ട്. എന്നാൽ അതിൽപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ വലതു കണ്ണിൽ ഒരു വളർച്ചയുണ്ട് എന്നതാണ്. അതാണ് നിങ്ങളുടെ പ്രധാനമായ വിഷമത. ഇവിടെ അടുത്ത ഒരു കാര്യം, ഇവിടെ ഒരു സ്ത്രീ കാഴ്ചയിൽ വന്നുകൊണ്ടിരിക്കുന്നു. അത് നിങ്ങളുടെ ഭാര്യയാണ്. ഇവിടെ നിങ്ങളുടെ ഭാര്യയുടെ വിഷമം എന്താണെന്ന് ദൈവത്തിനോട് പറയാനാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? അവളുടെ വിഷമത അവളുടെ വായിലാണ്, അത് അവളുടെ പല്ലുകളിലാണ്. അത് ശരിയാണ്. ശിമയോൻ പത്രോസ് ആരായിരുന്നു എന്നറിയാനായ അതേ യേശുവിന് നിങ്ങൾ ആരാണെന്ന് എന്നോട് പറയാനാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? അത് നിങ്ങളെ ആഴമായി വിശ്വസിക്കാൻ സഹായിക്കുമോ? അത് ചെയ്യുമോ? ഓസ്കർ ബാർണസ്, അത് ശരിയല്ലേ? നിങ്ങളുടെ വഴിയിലൂടെ വീട്ടിലേക്ക് പോയി സൗഖ്യമായിക്കൊള്ളുക. നിങ്ങൾക്ക് അപരിചിതനാണ്, എനിക്ക് നിങ്ങളെ അറിയില്ല. എന്നാൽ ദൈവത്തിന് നിങ്ങളെ അറിയാം. നിങ്ങളുടെ വിഷമത എന്താണെന്ന് അവൻ എന്നോട് പറയാനാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? അത് നിങ്ങളുടെ മുഴു ഹൃദയത്തോട് നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങളുടെ വിഷമത നിങ്ങളുടെ കണ്ഠനാള ചുറ്റും പിന്നെ ഇവിടെ നെഞ്ചിലുമാണ്. അതൊരു
ഒരു അസ്ഥിദ്രവത്വമാണ്. നിങ്ങളുടെ അസ്ഥിഘടനയ്ക്കുള്ളിൽ കൂമ്പാരം കെട്ടിവെക്കുന്നത് പോലെ നിങ്ങൾക്ക് കെട്ടുകളുണ്ട്. അത് ശരിയാണ്. നിങ്ങൾ ഇവിടെ നിന്നുമല്ല, ഓറഞ്ച് ചുറ്റിനും വിളയിക്കുന്ന ഒരു പ്രദേശത്തു നിന്നാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അതൊരു താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ പിന്നിലായി ഒരു സമ്പൂർണ്ണ ദൃശ്യതയിലുള്ള മലനിരയുണ്ട്. അവിടെ ആംഗ്ലേസ് എന്ന് വിളിക്കുന്ന ഒരു ഹോട്ടലുണ്ട്. അത് സാൻ ബർണാഡിയോയാണ്. അവിടെ നിന്നാണ് താങ്കൾ വരുന്നത്. നിങ്ങളത് വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾ തിരികെ പൊയ്ക്കൊള്ളൂ. യേശു ക്രിസ്തു നിങ്ങളെ സൗഖ്യമാക്കുന്നു. ക്യാൻസറിന് സുഖമാക്കാനാകുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത് ദൈവമാണ്. അവൻ നിങ്ങളെ സുഖമാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കൂ. പോകൂ. കർത്താവായ ദൈവം നിങ്ങളെ മുഴുവനും സമ്പൂർണമായും സുഖമാക്കാനിടയാകട്ടെ. നിങ്ങളെ വളരെ മോശമാമണം, വളരെ കഠിനമായി വിഷമിപ്പിച്ചിരിക്കുന്നു, വളരെ ഇളക്കി മറിച്ചിരിക്കുന്നു. ഈ നാഡീക്ഷോഭത്താലാണ് നിങ്ങളുടെ വയറിന് ഈ അവസ്ഥ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ആഹാരത്തെ നിങ്ങൾ ദഹിപ്പിക്കാനാകുന്നില്ല. അതിനെ നിങ്ങളുടെ വയറ് വായിലേക്ക് കൊണ്ടുവരുന്നു. അത് നിങ്ങളുടെ വായിൽ മുഴുവനായും ഒരു ആസിഡാണ്. ഒരു ദിവസം നന്നേ സന്ധ്യയായപ്പോൾ നിങ്ങൾ വളരെ മനോവിഷമത്തിലായി തീർന്നു. നിങ്ങളുടെ വയറ്റിൽ നിങ്ങൾക്കൊരു കുടൽ വ്രണമുണ്ട്. അത് യേശു ക്രിസ്തുവിന് നിങ്ങളോട് പറയാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ നിങ്ങൾ പോയി നിങ്ങൾ അത്താഴം കഴിച്ചുകൊള്ളുക. നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടും വിശ്വസിക്കുക. യേശു ക്രിസ്തു നിങ്ങളെ സുഖമാക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? വളരെയേറെ കുഴപ്പങ്ങളുണ്ട്. എന്നാൽ അവയിലുള്ള ഒന്നിനാൽ നിങ്ങൾ ഭയപ്പെടുന്നു. സന്ധിവാദത്താൽ നിങ്ങൾക്ക് മുടന്നു നടക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. എന്നാൽ ദൈവത്തിന് നിങ്ങളെ അതിൽ നിന്നും സൗഖ്യമാക്കി സുഖമാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവായ യേശുവേ, അത് നീ എന്റെ ഈ സഹോദരിക്ക് അനുവദിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവൾക്ക് അവളുടെ കാഴ്ച നൽകിയാലും സ്ത്രീ സംബന്ധിയായ വിഷമതകളെ അവൾ നെടുക്കണം. സന്ധിവാദത്തെ സുഖമാക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ. ഇപ്പോൾ വിശ്വസിച്ചും കൊണ്ടുപോകൂ. അവനത് ചെയ്യും. അത് ശരിയായിക്കൊള്ളും. സംശയിക്കരുത്. നിങ്ങളുടെ മുഴു ഹൃദയത്തോടും വിശ്വസിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുക. ഹൃദയത്തിന്റെ വിഷമത ഒരു ഭയാനകമായ കാര്യമാണ്. എന്നാൽ ക്രിസ്തു ഹൃദയത്തെ സുഖമാക്കുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നു. അത് വിശ്വസിച്ചും കൊണ്ടുപോകൂ. അതെല്ലാം ശരിയായിക്കൊള്ളും. അത് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് മുടന്നുണ്ടാകാൻ പോകുന്നു എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇല്ല, അല്ല, ഞാനും അങ്ങനെ വിശ്വസിക്കുന്നില്ല. എന്റെ വിചാരം സന്ധിവാദം. അവിടെയുള്ളത് ഒരു നിഴലാണ്. ഓ, അത് ക്യാൻസറാണ്. അവൻ അത് സുഖമാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അത് വിശ്വസിച്ചും കൊണ്ടുപോകൂ. അവൻ നിങ്ങളെ സുഖമാക്കും. ഒരല്പം മുമ്പ് വരെ അത് നിങ്ങളെ വിഷമിപ്പിച്ചിരുന്നു. ഹൃദയത്തിലെ അടവ് ഇന്ന് രാത്രിയിൽ അത് അവസാനിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അത് വിശ്വസിച്ചും കൊണ്ടുപോകൂ. യേശു ക്രിസ്തു നിങ്ങളെ സൗഖ്യമാക്കുന്നു. വളരെ കാലമായി സ്ത്രീ സഹജമായ വിഷമതയാൽ ഒരൽപ്പം വിഷമതയിലൂടെ കടന്നുപോയിരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കുന്നത് ഒരു കഠിനമായ കാര്യമാണ്. നിങ്ങളുടെ അവയവങ്ങളിൽ നിങ്ങൾക്ക് സ്തംഭനമുണ്ടാക്കുന്നു. നേരം നന്നേ പുലർന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് വളരെ കഠിനയോടും കൂടെ നടക്കാൻ കഴിയുന്നില്ല. അത് സന്ധിവാദമാണ്. സംശയിക്കാതെ പോകൂ. നിങ്ങൾക്കിനി അതൊരിക്കലും ഉണ്ടാകില്ല. നിങ്ങളുടെ മുഴു ഹൃദയത്തോടും കൂടി വിശ്വസിക്കുക മാത്രം ചെയ്യുക. സങ്കീർണതകൾ നിങ്ങൾക്ക് വളരെയേറെയുണ്ട്. എന്നാൽ ഒരു കാര്യം നിങ്ങളെ വളരെ മോശമായി വിഷമിപ്പിക്കുന്നു. നിങ്ങളും സന്ധിവാദത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതാണത്. അത് നിങ്ങളെ മുടന്നു നടത്തുന്നു. അവൻ നിങ്ങളെ സുഖമാക്കി നേരെ നടക്കാൻ സഹായിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ മുഴു ഹൃദയത്തോടും കൂടെ വിശ്വസിച്ചു കൊണ്ടുപോകൂ. യേശു ക്രിസ്തു നിങ്ങളെ സുഖമാക്കുന്നു. വിഷമതയേറിയ ഹൃദയം, സന്ധിവാദം, ദൈവത്തിന് അതിനെ സുഖമാക്കാനാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നു. പോകൂ. കർത്താവായ യേശു നിങ്ങളെ സൗഖ്യപ്പെടുത്താനിടയാകട്ടെ. കഴിഞ്ഞ കുറെ വർഷങ്ങളായി വയറ് നിങ്ങൾക്ക് വളരെ വിഷമതകളെ തരുന്നു. അങ്ങനെയല്ലായിരുന്നു അത്. അതിനിയും ഉണ്ടായിരിക്കില്ല. അത് വിശ്വസിച്ചും കൊണ്ടുപോകൂ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. സൗഖ്യം പ്രാപിച്ചുകൊള്ളുക. നിങ്ങൾക്കും കൂടെ നിങ്ങളുടെ വയറും സുഖമായിരിക്കുന്നു. പോകൂ. നിങ്ങളുടെ മുഴു ഹൃദയത്തോടും കൂടെ വിശ്വസിക്കൂ. സംശയിക്കരുത്. പണ്ട് മുതലേ ഉള്ള ആ ആസ്മ നിങ്ങളെ വളരെ താഴ്ത്തി കളഞ്ഞിട്ട് ശ്വാസമെടുക്കുക എന്നത് വളരെ വിഷമതയുള്ള സമയമാണ്. അതിപ്പോൾ തന്നെ ചെയ്യാൻ പോകുന്നു നിങ്ങൾ വിശ്വസിക്കുന്നു. ശരി, അത് വിശ്വസിച്ചു പോകൂ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ മുഴു ഹൃദയത്തോടും നിങ്ങൾ വിശ്വസിക്കുന്നു. ഒരു നിമിഷം. അവിടെയായി നിങ്ങൾ ആ പ്രകാശം കാണുന്നില്ലേ? നേരെ ഇവിടെ ഒരു ചെറിയ നിരക്കാരിയായ മകളെ ഇരുന്നു കൊണ്ട് എന്നെ നോക്കുന്നു. അവളുടെ ഇടതുവശത്തായി അവൾക്കൊരു വളർച്ചയുണ്ട്. അവൾക്ക് വൃക്കയുടെ സങ്കീർണമായ വിഷമതകളുമുണ്ട്. നിങ്ങൾക്കുള്ളത് അധിക വിശ്വാസമാണ്. നിങ്ങൾക്കിവിടെ വരേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അത് പോയി കഴിഞ്ഞിരിക്കുന്നു.
അത് വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആമേൻ. ദൈവത്തിൽ വിശ്വാസമുണ്ടായിരിക്കുക. You believe that? നിങ്ങളത് വിശ്വസിക്കുന്നോ? അവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ നട്ടലിന്റെ വിഷമതയിൽ നിന്നും നിങ്ങൾ സുഖം പ്രാപിക്കാൻ പോകുന്നു നിങ്ങൾ വിശ്വസിക്കുന്നു സഹോദരി? അവൻ നിങ്ങളെ സുഖമാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? Okay. Just don't doubt it. You can have it if you'll just believe it. ശരി, അതിന് അല്പം പോലും സംശയിക്കരുത്. നിങ്ങളത് വിശ്വസിച്ചാൽ നിങ്ങൾക്കതുണ്ടാകും. ഇവിടെ ഇരുന്നു കൊണ്ട് നേരെ എന്നെ തന്നെ നോക്കുന്ന മനുഷ്യന് മൂത്രമണി പിണ്ഡത്തിന്റെ വിഷമതയാണ്. അന്നേ രാത്രിയായി കഴിയുമ്പോഴും മറ്റും എഴുന്നേൽക്കേണ്ടി വരുന്നു. You believe, sir? It'll be over then. You believe it. നിങ്ങളത് വിശ്വസിക്കുന്നു സാർ? എങ്കിൽ നിങ്ങൾക്കത് വിശ്വസിക്കാനായാൽ അത് നീങ്ങിപ്പോകും. Here sits a നേരെ colored എന്നെ man തന്നെ sitting നോക്കിക്കൊണ്ട് ഇവിടെ മേലെ ഒരു നിറക്കാരനായ വ്യക്തി ഇരിക്കുന്നു. അദ്ദേഹം അപസ്മാരത്താൽ കഷ്ടപ്പെടുന്നു. അദ്ദേഹം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായും കൂടെ ആരായുകയാണ്. നിങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നിങ്ങളുടെ സൗഖ്യം സ്വീകരിക്കൂ സാർ. നിങ്ങൾക്ക് ദൈവം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ നൽകണയാകട്ടെ. ആമേൻ. നിങ്ങളുടെ നേരെ മറുവശത്തായിട്ട് അവിടെ മേൽവശത്തായി ഒരു കുഞ്ഞുമിരിക്കുന്നുണ്ട്. അതിനും കൂടെ അപസ്മാരമാണ്. മറ്റേ വശത്തായിട്ടായിരുന്നപ്പോൾ എന്തോ പുലമ്പിക്കൊണ്ട് മറുവശത്തേക്ക് വീണിരുന്നു. അവിടെ വെച്ച് തന്നെ കുഞ്ഞിനെ ദൈവം സൗഖ്യമാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? നിങ്ങളുടെ മുഴു ഹൃദയത്തോടും കൂടെ നിങ്ങൾ വിശ്വസിക്കുന്നു? എന്നാൽ ദൈവം കുഞ്ഞിനെ സുഖമാക്കും. നിങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്നു? Isn't he? അത് അവനല്ലേ? അത് അവൻ വാസ്തവമായും അബ്രഹാമിൻ രാജകീയ സന്തതിയല്ലേ? അവൻ ശക്തനായ ജയശാലിയല്ലേ? നിങ്ങൾ ശത്രുവിന്റെ പട്ടണങ്ങളെ കൈവശമാക്കും എന്നവൻ പറഞ്ഞിട്ടില്ലേ? ശത്രുവിന്റെ ഞെരുക്കത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ എത്ര പേർ അനുഭവപ്പെടുന്നു? ശത്രുവിന്റെ ഞെരുക്കം അനുഭവിക്കുന്നു എന്നുള്ളവർ നിങ്ങളുടെ കൈകളെ ഉയർത്തിക്കാട്ടിയാലും നിങ്ങൾ അബ്രഹാമിന് സന്തതികളാണ്. ഇപ്രകാരം നിങ്ങളുടെ കൈകളെ ഉയർത്തിയാലും പറയൂ, ബ്രദർ ബ്രഹാം, ഞാൻ നാഡീക്ഷോഭത്താൽ വിഷമിച്ചിരുന്നു. ഓ, അവ 80% അതുമായിട്ടായിരിക്കുന്നു. പറയൂ, ഞാൻ അതിപ്പോൾ അത്രമാത്രം കട്ടിയായിട്ട് മുഴുവൻ ജനക്കൂട്ടവും ഒരു വലിയ പാല് പോലെ വെള്ളയായി തോന്നിയിട്ട് നിങ്ങൾ എവിടെയാണെന്ന് എനിക്ക് കാണാനാകാത്ത വിധം അതെന്നെ ഏകദേശം അന്ധനാക്കിയിരിക്കുന്നു. ഇവിടെ പ്രസംഗവേദിയിൽ തന്നെ ഒരുപക്ഷെ 20-30 കേസുകളോ അതിലും കൂടുതലോ അതുപോലെ തന്നെ ശ്രോതാക്കളുടെയും ഉണ്ടായിരുന്നു. ദൈവം തോൽവി അടയുന്നില്ലെന്ന് നിങ്ങൾ തന്നെ കണ്ടതല്ലേ? ഇത് യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു എന്നതാണ്. നിങ്ങളത് വിശ്വസിക്കുന്നോ? പിന്നെ എന്തുകൊണ്ടാണ് അബ്രഹാമിന്റെ ഓരോ സന്തതിയും നിങ്ങൾ ആ താക്കോല് പോലെ എടുക്കാത്തത് എന്തുകൊണ്ടാണ്? മഹാൻ ജയശാലി അതിവിടെ നിങ്ങൾക്കായി ജയിച്ചടക്കിയിരിക്കുന്നു. അതിവിടെ ഉണ്ടായിരിക്കുമെന്ന് അവൻ തെളിയിച്ചിരിക്കുന്നു. നിങ്ങൾ അവനെ വിശ്വസിക്കുന്നു? എങ്കിൽ നിങ്ങളുടെ കൈ നീട്ടി നിങ്ങളുടെ വിശ്വാസത്തിന്റെ താക്കോലെടുത്തിട്ട് പറയൂ, ഇപ്പോൾ തന്നെ യേശുക്രിസ്തുവേ, ഇപ്പോൾ തന്നെ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ കാലിൽ എഴുന്നേറ്റ് നിൽക്കൂ. നിങ്ങളുടെ കൈകളെ ഉയർത്തി ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെ തുറക്കൂ. കർത്താവായ യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇപ്പോൾ തന്നെ വിശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഒരാൾ മറ്റേയാളുടെ മേൽ കൈകളെ വെച്ചാലും നിങ്ങളുടെ കൈ മറ്റേയാളുടെ മേൽ മറ്റൊരു അബ്രഹാമിന് സന്തതിയുടെ മേൽ വെച്ചാലും ഇപ്പോൾ നിങ്ങൾ ആ വ്യക്തിക്കായി പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ കൈ അവരുടെ മേൽ വെക്കുക. യേശു പറഞ്ഞു, വിശ്വസിക്കുന്ന ഒരാൾ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. സാത്താനെ, നീ യുദ്ധം തോറ്റിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവിടെ നിന്നും പുറത്തു പോവുക. ദൈവത്തിന്റെ മഹത്വത്തിനായി ഈ ജനങ്ങൾ പോകാനിടയാകട്ടെ.